മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് കഥയല്ല, ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത രക്തം കിനിയുന്ന നാൾവഴികളാണ്. മനുഷ്യ മനസ്സിനെ മരവിപ്പിച്ച വാർത്തയാണ് ആ ജനുവരിയിൽ മുഴങ്ങിയത്. ഒരു കുടുംബത്തിലെ 6 അംഗങ്ങളും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ ഒളിമങ്ങാതെ നിൽക്കുന്ന ഒരു കൂട്ടക്കൊലക്കേസ്. അതിൻ്റെ അന്വേഷണ വഴികളിലൂടെ ജോർജ് സാറിൻ്റെ സർവീസ് സ്റ്റോറിയിലൂടെ ഒരു യാത്ര. 2001 ജനുവരി. പുതുവർഷ പുലരിയുടെ തണുപ്പിൽ ഗാഢനിദ്രയിലായിരുന്നു ഞാൻ. സമയം വെളുപ്പിന് 3:30 മണി. പതിവില്ലാത്ത വിധം ടെലിഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരുന്നു. നല്ല ഉറക്കത്തിലായതിനാൽ ശബ്ദം ഞാൻ കേട്ടില്ല. ഭാര്യയാണ് ഫോണെടുത്തത്. അവൾ എന്നെ വിളിച്ചുണർത്തുകയായിരുന്നു. മറുതലയ്ക്കൽ SP PC ജോർജ്. ഗുഡ് മോർണിംഗ് സാർ, എന്തുണ്ട് വിശേഷം? ഇതെന്താണ് ഈ നേരത്ത്? സൗഹൃദഭാവത്തിൽ വളരെ ലാഘവത്തോടെയായിരുന്നു എൻ്റെ ചോദ്യം. എത്രയും വേഗം നമുക്ക് ആലുവ വരെ ഒന്ന് പോകണം. അസാധാരണമായ പരിഭ്രമം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തോടൊപ്പം തിരുവനന്തപുരത്ത് നിന്നും ആലുവയിലേക്ക് പുറപ്പെട്ടു. മുഖതാവിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നെ നടുക്കിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരിയായ ക്ലാര എന്ന 80 വയസ്സുകാരിയും 6 അംഗങ്ങളുമുള്ള കുടുംബം കൂട്ടക്കൊലപാതകത്തിന് ഇരയായിരിക്കുന്നു. ആലുവയിലെ വീട്ടിലാണ് സംഭവം നടന്നത്. ശനിയാഴ്ച രാത്രി നടന്ന സംഭവം പുറംലോകം അറിയുന്നത് ഞായറാഴ്ച രാത്രിയാണ്. തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങൾ എത്തുന്നത് തിങ്കളാഴ്ച രാവിലെ. കുടുംബാംഗങ്ങൾ ഒന്നടങ്കം കൊല്ലപ്പെട്ടതുകൊണ്ട് വിവരം പുറത്തേക്ക് കൈമാറാൻ പോലും ആരുമുണ്ടായില്ല. സംഭവം നടന്ന് 36 മണിക്കൂർ പിന്നിട്ടതുകൊണ്ടാകാം മൃതദേഹങ്ങൾ ചീഞ്ഞ് നേരിയ തോതിൽ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഗൃഹനാഥനായ അഗസ്റ്റിൻ, ഭാര്യ മേരി, അമ്മ ക്ലാര, സഹോദരി കൊച്ചുറാണി, അഗസ്റ്റിൻ്റെ മക്കളായ ദിവ്യ, കുട്ടൻ എന്നിങ്ങനെ 6 പേരായിരുന്നു ആ വീട്ടിലെ താമസക്കാർ. ആലുവ ടൗണിൽ സബ് ജയിൽ റോഡിൽ നിന്നും പൈപ്പ് ലൈൻ റോഡിലേക്ക് തിരിയുന്ന മൂലയിലാണ് മാഞ്ഞൂരാൻ കുടുംബവീട്. തൊട്ടടുത്തായി അഗസ്റ്റിൻ്റെ സഹോദരങ്ങളായ ജോസും ജോർജും താമസിക്കുന്നുണ്ട്. സ്വത്ത് സംബന്ധമായ തർക്കങ്ങളുടെ പേരിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ കടുത്ത പിണക്കത്തിലായതിനാൽ അവർ പരസ്പരം സന്ദർശിക്കുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യാറില്ല. അഗസ്റ്റിൻ്റെ ഭാര്യ സഹോദരൻ രാജനാകട്ടെ എറണാകുളത്താണ് താമസം. ശനിയാഴ്ച രാത്രിയിലും ഞായറാഴ്ച രാവിലെയും പതിവ് പോലെ കുശലാന്വേഷണത്തിനായി രാജൻ ഫോൺ ചെയ്തിട്ടും ആരും ഫോൺ എടുത്തിട്ടില്ല. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദൂരയാത്ര വല്ലതുമാണെങ്കിൽ രാജനോട് പറയാതെ പോകാറില്ല. ഇനി ആരെങ്കിലും സുഖമില്ലാതെ ആശുപത്രിയിലാണെങ്കിലോ? എങ്ങനെയാണെങ്കിലും രാജനെ വിളിച്ച് വിവരം പറയാതിരിക്കില്ല. എന്തായാലും ആലുവ വരെ ഒന്ന് പോയി നോക്കുക തന്നെ. രാജൻ കൂടുതലൊന്നും ചിന്തിക്കാതെ നേരെ അഗസ്റ്റിൻ്റെ വീട്ടിലെത്തി. വീടിന് മുമ്പിലെത്തിയ രാജൻ കോളിംഗ് ബെൽ അടിച്ചിട്ടും പുറത്തുനിന്ന് എത്ര തവണ വിളിച്ചിട്ടും അകത്തുനിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. നോക്കുമ്പോൾ മുൻവാതിൽ തുറന്നു കിടക്കുന്നു. അകത്ത് ആളുണ്ടല്ലോ എന്ന ആശ്വാസത്തോടെ അകത്ത് കടന്ന രാജൻ അലറി വിളിച്ചു. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചു. ഞങ്ങൾ ചെന്ന ശേഷം അകത്ത് വിശദമായ പരിശോധന ആരംഭിച്ചു. ഞങ്ങളെ കൂടാതെ ഫോറൻസിക് വിദഗ്ധൻ പരമേശ്വരൻ നായരും ഒപ്പമുണ്ടായിരുന്നു. പോലീസ് ജീവിതത്തിനിടയിൽ ഒട്ടേറെ മൃതദേഹങ്ങൾ കാണേണ്ടി വന്നപ്പോഴൊന്നും പതറാത്ത ഞാൻ ശരിക്കും മാനസികമായി ഒന്നുലഞ്ഞു. ഒരു കുടുംബം ഒന്നാകെ മൃഗീയമായ തരത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന ദയനീയമായ കാഴ്ച വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്നതിനപ്പുറത്തായിരുന്നു. ക്ലാരയും കൊച്ചുറാണിയും തലയ്ക്കടിയേറ്റ് അടുക്കളയിൽ മരിച്ചു കിടക്കുന്നു. മേരിയും അഗസ്റ്റിനും ഡൈനിങ് റൂമിലും ദിവ്യ ബെഡ്റൂമിലും മുൻവശത്തെ മുറിയിലായി കുട്ടനും കിടക്കുന്നു. തലയ്ക്ക് മാരകമായി ക്ഷതമേൽപ്പിച്ചതിന് പുറമെ കൈയിലെ ഞരമ്പുകൾ മിക്കവരുടെയും മുറിച്ചിട്ടുമുണ്ട്. കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ അധികം കേട്ടിട്ടില്ലാത്ത വിധം വിചിത്രമായൊരു ശൈലിയാണ് കൊലയാളി സ്വീകരിച്ചിരിക്കുന്നത്. സീൻ പരിശോധിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി,
ഈ കൊലപാതകങ്ങളെല്ലാം ഒരാൾ തന്നെ ചെയ്തതാണെന്ന്. തലയ്ക്കടിയേറ്റ് മരിച്ചവരുടെ മരണം ഉറപ്പാക്കാൻ വീണ്ടും ഞരമ്പ് മുറിച്ചിരിക്കുന്നു. കൂടാതെ ഒരു വീട്ടിലെ പല മുറികളിലായി 6 പേരെ കൊന്നു തള്ളിയിരിക്കുന്നു. വലിയൊരു മാവ് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വിശാലമായ മുറ്റം. മുൻവാതിൽ തുറന്നാൽ ആദ്യം കാണുന്നത് ഒരു വരാന്തയാണ്. സിറ്റ് ഔട്ട്. അതിൻ്റെ ഇടതും വലത്തും ഓരോ കിടപ്പുമുറി. അതിന് പിന്നിലായി ഊണുമുറിയും സ്റ്റോറും ഉൾപ്പെടെ 3 മുറികൾ. സ്റ്റോറിന് തൊട്ട് പിന്നിലായി അടുക്കള. ഇത്രയും വിശാലമായൊരു വീട്ടിൽ പല മുറികളിലായി ഓരോരുത്തരെ വീതം കൊന്നിടണമെങ്കിൽ അസാധാരണമായ ആസൂത്രണവും ശ്രമവും അതിന് പിന്നിലുണ്ട്. എങ്കിൽ ആരായിരിക്കും ആ കൊലയാളി? എന്തിനാണ് അയാൾ അത് ചെയ്തത്? എങ്ങനെയാകും ഇത്ര അധികം പേരെ ഒരുമിച്ച് ഇല്ലാതാക്കിയത്? പൊതുവെ ഒന്നിലും കുലുങ്ങാത്ത ധീരനായ പോലീസ് ഓഫീസറാണ് SP PC ജോർജ്. അദ്ദേഹം ആകെ തകർന്ന മട്ടിൽ നിൽക്കുകയാണ്. സ്വന്തം അമ്മായിയും മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബം ഒന്നാകെ കൊല്ലപ്പെട്ട നിലയിൽ കട്ട പിടിച്ച ചോരയിൽ കുളിച്ചു കിടക്കുകയാണ്. പൊതുവെ നാട്ടുകാർക്കോ മറ്റുള്ളവർക്കോ പ്രകടമായ ശത്രുതയില്ലാത്ത, ആർക്കും ഉപദ്രവത്തിന് പോകാത്ത, സ്വന്തം കാര്യങ്ങൾ നോക്കി അടങ്ങിയൊതുങ്ങി ജീവിക്കുന്നവരാണ് മാഞ്ഞൂരാൻ കുടുംബക്കാർ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ് എല്ലാവർക്കും അത്ഭുതം. പണമോ ആഭരണമോ അങ്ങനെ എന്തെങ്കിലും മോഷ്ടിക്കപ്പെട്ടതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങളുമില്ല. ആലുവ പോലീസ് ഒരു സംശയം പറഞ്ഞു. ഒരുപക്ഷെ കൊച്ചുറാണി എല്ലാവരെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്തതാവാം. പ്രഥമ ദൃഷ്ട്യാ തന്നെ അതിന് തീരെ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നി. അങ്ങനെ സംഭവിക്കണമെങ്കിൽ കൊച്ചുറാണി മാനസികമായി എന്തെങ്കിലും തകരാറുള്ള ആളാകണം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതായി തെളിവുകളില്ല. അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ കൊച്ചുറാണിയെപ്പോലെ ഒരു സ്ത്രീക്ക് ഇത്രയധികം പേരെ ഒന്നാകെ കൊന്നുതള്ളാൻ സാധിക്കുമോ? അതും അഗസ്റ്റിനെയും കുട്ടനെയും പോലെ കായിക ശേഷിയുള്ള 2 പുരുഷന്മാരുടെ പ്രതിരോധത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാനും അവരെ വകവരുത്താനും അവൾക്ക് കഴിയുന്നതെങ്ങനെ? മാത്രമല്ല, കേവലം 2 മാസത്തെ വിവാഹബന്ധം വേർപ്പെടുത്തി സഹോദരൻ്റെ വീട്ടിൽ വർഷങ്ങളായി ആശ്രയം തേടി കഴിയുന്ന കൊച്ചുറാണിക്ക് അതേ സഹോദരനെയും ഭാര്യയെയും മക്കളെയും എന്തിന് വയോവൃദ്ധിയായ സ്വന്തം മാതാവിനെ വരെ കൊല ചെയ്യേണ്ട ആവശ്യമെന്താണ്? സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ആ സംശയം ഞാൻ മുളയിലെ നുള്ളിക്കളഞ്ഞു. എന്തായാലും സാധാരണഗതിയിൽ ഒരു കൊല നടന്നാൽ കൊലയാളിയെക്കുറിച്ച് സൂചന ലഭിക്കാറില്ലെങ്കിലും അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് നേരിയ ധാരണ ലഭിക്കാറുണ്ട്. ഇവിടെ എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് യാതൊരു രൂപവും ലഭിക്കാത്ത വിധമായിരുന്നു കൊലയുടെ സ്വഭാവവും സംഭവസ്ഥലത്തെ സാഹചര്യവും ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും മറ്റും. എന്തായാലും ഞങ്ങൾ എത്തുന്നതുവരെ പോലീസ് നടപടിക്രമങ്ങൾ ഒന്നും ആരംഭിച്ചിരുന്നില്ല. മൃതദേഹങ്ങൾ അതാത് സ്ഥാനത്ത് തന്നെ കിടപ്പുണ്ട്. അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന DGP ശ്രീ മുഷാഹരി IPSൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കേസ് ഞാൻ ഉൾപ്പെട്ട ടീം തന്നെ ഏറ്റെടുക്കേണ്ടതായി വന്നു. കുറഞ്ഞത് 2 ആഴ്ച സംഭവസ്ഥലത്ത് തങ്ങി അന്വേഷണം നടത്താനുള്ള സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് പുറപ്പെട്ടത്. കേരളത്തിലെ പല പ്രമാദമായ കേസുകളിലും ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ള പരിചയസമ്പന്നനും പ്രഗത്ഭനുമായ ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയുടെ ബയോളജി വിഭാഗം മേധാവി പരമേശ്വരൻ നായരുടെ സാന്നിധ്യം എനിക്ക് കരുത്തായി. എൻ്റെ സ്ക്വാഡിലുള്ള ഹെഡ് കോൺസ്റ്റബിൾമാരായ ഗോപാലകൃഷ്ണനും വിൽഫ്രഡും മധുവും ഷംസുദ്ദീനും ഡ്രൈവർ സോമനും അടങ്ങുന്ന സംഘം എൻ്റെ ഒപ്പം തന്നെയുണ്ടായിരുന്നു. പുറപ്പെടും മുമ്പ് ഞങ്ങൾക്ക് നൽകിയ വയർലെസ് സന്ദേശം ഗുണകരമായി. സംഭവം നടന്ന വീടിൻ്റെ വാതിൽ സീൽ ചെയ്ത് സൂക്ഷിക്കണമെന്നും ഞങ്ങൾ എത്തിച്ചേരുന്നതുവരെ ആരെയും വീടിനുള്ളിൽ പ്രവേശിപ്പിക്കരുതെന്നുമായിരുന്നു ആ നിർദ്ദേശം. 10 മണിയോടെ ഞങ്ങൾ സംഭവ സ്ഥലത്തെത്തുമ്പോൾ ആലുവ ടൗണിലും പരിസരങ്ങളിലും അഭൂതപൂർവമായ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞിരുന്നു. ആലുവ റൂറൽ SP-യും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുമടക്കം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം സംഭവസ്ഥലത്തുണ്ട്. പത്രപ്രവർത്തകരുടെയും ചാനൽ സംഘങ്ങളുടെയും വൻ തിരക്ക് വേറെ. പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ചെറിയ അനുമാനങ്ങളെങ്കിലും ലഭിക്കുമെന്ന ധാരണയിൽ പത്രലേഖകർ 100 ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. വിരലടയാള വിദഗ്ധൻ യോഗേന്ദ്ര സുഗിയ, പോലീസ്, ഫോട്ടോഗ്രാഫർ, ഡോഗ് സ്ക്വാഡ് എന്നുവേണ്ട എല്ലാവരും രംഗത്തുണ്ട്. പക്ഷേ ഏത് കൊലപാതകത്തിലും ദൈവം ബാക്കി വയ്ക്കുന്ന പഴുത്
ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സംഭവം നടന്ന് 36 മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് ഞങ്ങൾ എത്തുന്നതെന്ന് മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ. വീടിനുള്ളിൽ നിന്നും അഴുകിത്തുടങ്ങിയ രക്തത്തിൻ്റെയും മാംസത്തിൻ്റെയും തീക്ഷ്ണഗന്ധം പുറത്തേക്ക് വമിച്ചുകൊണ്ടേയിരിക്കുന്നു. സഹനത്തിൻ്റെ എല്ലാ അതിരുകളും ലംഘിക്കുന്ന ഒരു അനുഭവമായിരുന്നു അത്. മനം മടിപ്പിക്കുന്ന ഗന്ധം പലർക്കും ശാരീരിക അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു തുടങ്ങി. കൊല്ലപ്പെട്ട അഗസ്റ്റിന് ആലുവ ടൗണിൽ 2 കടകളുണ്ട്. സഹോദരങ്ങളായ ജോസിനും ജോർജിനും കടകളുണ്ട്. ചില കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ അകൽച്ചയുള്ളതൊഴിച്ചാൽ കൂട്ടക്കൊല ചെയ്യത്തക്ക ശത്രുത ആ കുടുംബത്തോട് ആർക്കെങ്കിലും ഉള്ളതായി ആർക്കും തന്നെ അറിവില്ല. കൊല നടന്ന വിവരം അറിഞ്ഞ ഉടനെ വ്യാപാരി വ്യവസായികൾ ഒന്നടങ്കം മാഞ്ഞൂരാൻ കുടുംബത്തിലെത്തി. എന്തിനു വേണ്ടിയാണിത് ചെയ്തതെന്ന് അവർ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രാഥമികമായി ഞാൻ പരിസര വീക്ഷണം നടത്തി. തിണ്ണയിൽ നിന്നും സിറ്റൗട്ടിൽ കയറുന്ന വാതിൽ ചാരി അടച്ചപടിയാണ്. വീടിൻ്റെ ഒരു ജനലും വാതിലും പുറത്തേക്ക് തുറക്കാനാവാത്ത വിധം അകത്തു നിന്നും കുറ്റിയിട്ടിരിക്കുന്നു. ഞാനും പരമേശ്വരൻ നായരും മുൻവാതിലൂടെ വീണ്ടും സിറ്റൗട്ടിൽ കയറി. മൃതദേഹങ്ങളുടെ കിടപ്പും അതിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങളും പഠിക്കാനായിരുന്നു ശ്രമം. കുട്ടൻ എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന ജസ്മോൻ നിലത്ത് വിരിച്ചിട്ട പായയിൽ മലർന്നു കിടക്കുന്നു. പാൻസും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. കാലിൽ ചെരുപ്പുണ്ട്. കുട്ടന് ശിരസിൻ്റെ വലതുവശത്താണ് അടിയേറ്റിരിക്കുന്നത്. വലത് കൈത്തണ്ടയിലെ ഞരമ്പും മുറിച്ചിട്ടുണ്ട്. ഞരമ്പിൽ നിന്നും രക്തം ഒലിച്ച് കട്ട പിടിച്ചു കിടക്കുന്നു. മരണം ഉറപ്പാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ചെയ്തതാണ് അതെന്ന് വ്യക്തം. ഒരുപക്ഷെ ഉറങ്ങാൻ പാകത്തിൽ പായ് വിരിച്ചിട്ട ശേഷമാകും കൊലപാതകം നടന്നത്. കാരണം 2 പേർക്ക് കിടക്കാൻ സൗകര്യത്തിൽ തലയണയും ഷീറ്റും പായയുടെ ഒരു വശത്ത് വെച്ചിരുന്നു. തലയണയുടെ അടിയിൽ ഓരോ കൊന്തയും വെച്ചിരിക്കുന്നു. അന്വേഷണത്തിൽ ദിവ്യയും കുട്ടനും പായ് വിരിച്ച് നിലത്താണ് പതിവായി കിടക്കാറുള്ളതെന്നും 2 പേരും കൊന്ത സ്ഥിരമായി തലയണയ്ക്കിടയിൽ സൂക്ഷിക്കുകയും അത് വെച്ച് പ്രാർത്ഥിച്ച ശേഷമേ ഉറങ്ങാറുള്ളൂ എന്നും അറിവായി. ഒരുപക്ഷെ അന്നും ഉറങ്ങാൻ തയ്യാറായതിന് തൊട്ട് മുമ്പാകാം മരണം സംഭവിച്ചത്. അതിൽ നിന്നും കൊല ചെയ്തത് ആരായാലും കൃത്യം നടന്നിട്ടുള്ളത് രാത്രിയിലാണെന്ന് ഉറപ്പായി. അടുത്തതായി ദിവ്യമോളുടെ മൃതദേഹം പരിശോധിച്ചു. തലയുടെ പിന്നിൽ ഇടതുവശത്ത് മാരകമായ അടിയേറ്റിട്ടുണ്ട്. കഴുത്തിലെ ഞരമ്പ് മുറിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇടത് കൈയുടെ 2 ഭാഗത്തായി ഞരമ്പ് മുറിച്ചിട്ടുമുണ്ട്. രക്തം വാർന്ന് മരണം സുനിശ്ചിതമാക്കാനുള്ള ബോധപൂർവമായ ശ്രമം അവിടെയും പ്രകടമാണ്. ദിവ്യമോൾ മിഡിയും ബ്ലൗസും ഫ്രണ്ട് ഓപ്പൺ ഓവർകോട്ടും ധരിച്ചിട്ടുണ്ട്. കാലിൽ ചെരുപ്പുണ്ട്. സിറ്റൗട്ടിൽ നിന്നും അഗസ്റ്റിൻ്റെ ബെഡ്റൂമിലേക്ക് അടിയേറ്റ് വീണ് കിടക്കുന്നതുപോലെ ശരീരത്തിൻ്റെ പകുതി ഭാഗം വീതം 2 സ്ഥലത്തായി കാണപ്പെട്ടു. സിറ്റൗട്ടിൽ നിന്നും ഡൈനിങ് റൂമിലേക്ക് കടന്നപ്പോൾ അഗസ്റ്റിൻ്റെ ഭാര്യ മേരി പച്ച നിറമുള്ള പട്ടുസാരിയും ബ്ലൗസും ധരിച്ച് തറയിൽ മുട്ടുകുത്തിയിരിക്കുന്ന നിലയിൽ കാണപ്പെട്ടു. അവർക്കും തലയ്ക്കാണ് അടിയേറ്റിരിക്കുന്നത്. കാലിൽ ചെരുപ്പുണ്ട്. എല്ലാവരും ധരിച്ചിരിക്കുന്നത് പുറത്ത് യാത്ര പോകുന്ന അവസരത്തിൽ ഉപയോഗിക്കുന്ന തരം വില കൂടിയ ചെരുപ്പുകളും വസ്ത്രങ്ങളുമാണ്. വീട്ടിൽ നിൽക്കുന്ന അവസരത്തിൽ അങ്ങനെ ഒരുങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. അണിഞ്ഞൊരുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ. അത്യപൂർവമായിരുന്നു ആ കാഴ്ച. ഇതെന്തൊരു മായാജാലം എന്ന ചിന്തയിൽ നിന്നാണ് പുതിയൊരാശയം മനസ്സിലുദിച്ചത്. പുതുവസ്ത്രങ്ങൾ ധരിച്ച് പൗഡറും പെർഫ്യൂമും പൂശി ഭംഗിയായി ഒരുങ്ങിച്ചമഞ്ഞ മൃതദേഹങ്ങൾ. ദൃശ്യം പുതുമയുള്ളതാണെങ്കിലും കേസ് തെളിയിക്കുന്നതിനാവശ്യമായ ഒരു തുമ്പ് വീണ് കിട്ടാൻ ആ പുതുമ സഹായകമായിരുന്നില്ല. എന്തായാലും ലഭ്യമായ വിവരങ്ങളുടെയും സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പോലീസ് തീരുമാനിച്ചു. കൊല്ലപ്പെട്ട അഗസ്റ്റിൻ്റെ ഭാര്യാ സഹോദരൻ മുളേരിക്കൽ രാജു എന്നറിയപ്പെടുന്ന ജോസിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആലുവ SI ഞായറാഴ്ച രാത്രി 11:30 കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഞാനും ഫോറൻസിക് വിദഗ്ധൻ പരമേശ്വരൻ നായരും ആലുവ സർക്കിൾ ഇൻസ്പെക്ടർ സാബുവും DYSP അബ്രഹാം ചെറിയാനും കൂടി മുറികളെല്ലാം വിശദമായി പരിശോധിച്ചു. മൃതദേഹങ്ങളുടെ വീഡിയോ ചിത്രങ്ങളും എടുത്തു. അടുക്കളയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന അമ്മ ക്ലാരയുടെ ഇടത് ചെവിയിൽ വെള്ളക്കല്ല് പതിച്ച കമ്മലുണ്ട്. വലത് ചെവി അറ്റുപോയതുകൊണ്ട് മറ്റേ കമ്മൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ശരീരത്തിൽ എവിടെയെങ്കിലും മുങ്ങിക്കിടപ്പുണ്ടാകണം. ക്ലാരയുടെ കഴുത്തിൽ ആഭരണങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല. ഒന്നുകിൽ കൊലയാളി അത് അപഹരിച്ചതാകാം, അല്ലെങ്കിൽ അവർ
ആഭരണം ധരിച്ചിട്ടുണ്ടാകണമെന്നില്ല. കുടുംബാംഗങ്ങൾ ഒന്നടങ്കം മരിച്ചിരിക്കുന്നതുകൊണ്ട് അത് ചോദിച്ച് മനസ്സിലാക്കാനും നിർവാഹമില്ല. ക്ലാരയുടെ വലത് കണ്ണിന് മുകളിൽ പ്രത്യേക ആകൃതിയിൽ ആഴമേറിയ മാരകമായ മുറിവുണ്ടായിരുന്നു. മുഖവും തലയും കണ്ണും അടിയേറ്റ് വീർത്തിരുന്നു. മൂക്കിലും ചുണ്ടിലും കനത്ത മുറിവുകളും ഉണ്ടായിരുന്നു. കൊച്ചുറാണിയുടെ ഇടത് കൈ വിരലിൽ സ്വർണ്ണമോതിരവും ഇടത് കൈയിൽ 3 സ്വർണ്ണവളകളും വലത് കൈയിൽ 1 സ്വർണ്ണവളയും കാണപ്പെട്ടു. സ്വർണ്ണമാല മാത്രം കണ്ടില്ല. ദേഹമാസകലം മുറിവും കഴുത്തിൽ പ്ലാസ്റ്റിക് ചരട് കൊണ്ട് കുടുക്കിയിട്ട് വാതിലിൽ കെട്ടിത്തൂക്കാൻ ശ്രമിച്ചതിൻ്റെ ലക്ഷണങ്ങളും കാണപ്പെട്ടു. കഴുത്തിനു ചുറ്റും കറുത്ത അടയാളം തെളിഞ്ഞു കാണാമായിരുന്നു. കൊച്ചുറാണിയുടെ വലത് കൈ ഞരമ്പ് ആഴത്തിൽ വെട്ടിമുറിച്ചിട്ടുണ്ട്. 39 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കറുത്ത പ്ലാസ്റ്റിക് കോഡിൻ്റെ കഷ്ണം ധരിച്ചിരുന്ന നൈറ്റിയിൽ കുരുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി ആ മുറിയിൽ ഉടനീളം തിരഞ്ഞിട്ടും കണ്ടെത്താനായില്ല. അതേസമയം സ്റ്റോർ മുറിയിലെ ഫ്രിഡ്ജിൻ്റെ പിന്നിൽ നിന്നും അതിൻ്റെ ബാക്കി കിട്ടി. പ്ലാസ്റ്റിക് കോഡിൻ്റെ പകുതി ഭാഗം രക്തത്തിൽ കുളിച്ചിരുന്നു. അടുക്കളയിൽ നിന്നും കൊലപാതകത്തിന് ഉപയോഗിച്ചതും രക്തം പുരണ്ടതുമായ ഒരു കോടാലി കണ്ടെത്തി. മനുഷ്യ ശരീരത്തിൽ പ്രഹരമേൽപ്പിച്ചതാണെന്ന് വ്യക്തമാകും വിധം കോടാലിയുടെ മഴുഭാഗത്തും മൂടുഭാഗത്തും മനുഷ്യരക്തവും ചർമ്മവും പറ്റിപ്പിടിച്ചിരുന്നു. മഴുഭാഗത്ത് കറുത്തതും നരച്ചതുമായ മുടിയും കണ്ടു. കോടാലിക്ക് സമീപം രക്തം പറ്റിയ ഒരു വാക്കത്തിയും 2 കരിക്കത്തികളും കണ്ടു. കൃത്യം നടത്താൻ 4 ആയുധങ്ങൾ ഉപയോഗിച്ചതായി ഏതാണ്ട് ഉറപ്പായി. കോടതിയിൽ ഹാജരാക്കാനായി CA സാബു സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ആയുധങ്ങൾ കസ്റ്റഡിയിലെടുത്തു. അടുക്കളയുടെ പാതകത്തിൽ ഒരു കലത്തിൽ 2 ദിവസം പഴക്കമുള്ള കഞ്ഞിയും മറ്റൊരു കലത്തിൽ കട്ടൻ കാപ്പിയും കണ്ടു. അഗസ്റ്റിൻ്റെയും ഭാര്യ മേരിയുടെയും മൃതദേഹം ഡൈനിങ് ഹാളിലായിരുന്നു. അഗസ്റ്റിൻ്റെ വേഷം പാൻറ്റും ഷർട്ടുമായിരുന്നു. എവിടെയോ യാത്ര പോയി വന്നതുപോലെ കാലിൽ ചെരുപ്പുകളും കയ്യിൽ വാച്ചും ഷർട്ടിൻ്റെ പോക്കറ്റിൽ കണ്ണടയുമുണ്ട്. തലക്കടിയേറ്റ് മലർന്നു കിടക്കുന്ന അയാളുടെ ഒരു കാല് സ്റ്റോർ മുറിയുടെ വാതിൽ പടിയിലായിരുന്നു. ഭാര്യ മേരിയുടെ വിളിപ്പേരായ ബേബി എന്ന് ആലേഖനം ചെയ്ത സ്വർണ്ണമോതിരം അഗസ്റ്റിൻ്റെ ഇടത് കൈവിരലിൽ കിടപ്പുണ്ടായിരുന്നു. കയ്യിൽ കെട്ടിയിരുന്ന ഗോൾഡ് കളർ ടൈമാക്സ് വാച്ചിൻ്റെ സൂചി ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. തലയുടെ ഇടതുഭാഗത്തായി നെറ്റിയിലാണ് മുറിവുള്ളത്. അഗസ്റ്റിൻ്റെ തൊട്ടടുത്ത് അടിയേറ്റ് മുട്ടിൽ കുത്തിയിരിക്കുന്ന രീതിയിലാണ് മേരി മരിച്ചു കിടക്കുന്നത്. മേരി മരിച്ചു കിടക്കുന്ന ഡൈനിങ് റൂമിൻ്റെ വടക്ക് ഭാഗത്തെ ഭിത്തിയിൽ രക്തം കൊണ്ട് ഒരു തൃശ്ശൂലത്തിൻ്റെ ചിത്രം വരച്ചിട്ടിരിക്കുന്നു. അസാധാരണമായി തോന്നിയത് പോലീസിനെ വഴിതെറ്റിക്കാനുള്ള ബോധപൂർവമായ ശ്രമം പോലെ. തൃശ്ശൂലം വരച്ചതിൽ നിന്നും പ്രതി ഹിന്ദു മതത്തിൽപ്പെട്ടതാണെന്ന തെറ്റിദ്ധാരണ പരത്തി അന്വേഷണം വഴിതിരിച്ചു വിടുകയാണ് പ്രതിയുടെ ലക്ഷ്യം. അതിൽ നിന്ന് തന്നെ ഹിന്ദുവായ ഒരാളല്ല കൃത്യം ചെയ്തതെന്ന് ഏറെക്കുറെ അനുമാനിക്കാനായി കഴിഞ്ഞു. ഇതിനെയൊക്കെ അപ്പുറം പ്രതിയുടെ അസാധാരണമായ മനക്കരുത്തിൻ്റെ പ്രകടമായ ലക്ഷണമായിരുന്നു 6 പേരെ നിഷ്കരുണം കൊലപ്പെടുത്തിയ ശേഷം അവരുടെ രക്തം കൊണ്ട് ചുമരിൽ ചിത്രം വരയ്ക്കാൻ അയാൾ തയ്യാറായത്. സാധാരണഗതിയിൽ എത്ര ചങ്കുറപ്പുള്ള ക്രൂരനായ കൊലയാളിയും 6 മൃതദേഹങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ മാനസികമായി അല്പമൊന്ന് തളർന്നു പോകാം, പ്രത്യേകിച്ച് തനിച്ച് കൊല നടത്തുന്ന സാഹചര്യത്തിൽ. ഇവിടെ നേരെ ഘടകവിരുദ്ധമായാണ് സംഭവിച്ചത്. അടുത്തതായി ഞങ്ങൾ മേരിയുടെ മൃതദേഹം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി. നെറ്റിയുടെ ഇടതുഭാഗത്തായി കോടാലിയുടെ മൂടുകൊണ്ട് അടിയേറ്റിട്ടുണ്ട്. മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വാർന്നൊഴുകിയിരിക്കുന്നു. നീളമുള്ള മുടി ഇടത് കൈയിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്നു. വലത് കൈയിൽ 4 സ്വർണ്ണവളകൾ, ഇടത് കൈയിൽ 2 വള, മോതിരവിരലിൽ സ്വർണ്ണമോതിരം, കാതിൽ കമ്മൽ, കഴുത്തിൽ കറുത്ത ചരടിൽ കോർത്ത ലോക്കറ്റ്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. തലയുടെ പിന്നിലായി ഒരു മുറിവ് കൂടിയുണ്ട് മേരിക്ക്. അലക്കി തേച്ച് വെടിപ്പാക്കിയ പച്ച പട്ടുസാരി ബ്ലൗസുമാണ് വേഷം. കൊച്ചുറാണിയുടെ ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറേ വാതിലിന് മുകളിൽ രക്തപങ്കിലമായ ഒരു വിരലടയാളം കണ്ടു. അത് വിരലടയാള വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിച്ച് ലിഫ്റ്റ് ചെയ്തെടുത്തു. ലിഫ്റ്റ് ചെയ്യുക എന്നാൽ ആ വിരലടയാളം പതിഞ്ഞ വാതിലിൻ്റെ അത്രയും ഭാഗത്തെ തടി വെട്ടിയെടുക്കുന്ന രീതി. രക്തം കലർന്ന ആ അടയാളം ഈ കേസിലെ പ്രതിയുടേതാകാവുന്ന ഏറ്റവും വിലപ്പെട്ട തെളിവായി. ജസ്മോൻ എന്ന കുട്ടൻ സിറ്റൗട്ടിൽ വിരിച്ചിട്ടിരിക്കുന്ന പായിൽ അടിയേറ്റ് മലർന്നു കിടക്കുന്നു. തലയുടെ മുകൾ ഭാഗത്ത് കോടാലിയുടെ മൂടുകൊണ്ടുള്ള മാരകമായ അടി. ഷർട്ടും പാൻറ്റുമായിരുന്നു വേഷം. ചുരുട്ടി പിടിച്ചിരുന്ന കൈവെള്ള തുറന്നു പരിശോധിച്ചപ്പോൾ
ഒരു മുടി കഷ്ണം കാണപ്പെട്ടു. അത് പ്രതിയുടേതാകാനാണ് സാധ്യത. ഫോറൻസിക് വിദഗ്ധൻ ആ മുടി കഷ്ണം എടുത്തു സൂക്ഷിച്ചു. ജസ്മോന്റെ മൃതദേഹം അടുത്ത മുറിയിൽ നിന്നും ഒരു ബെഡ് എടുത്തുകൊണ്ടുവന്ന് മൂടിയിട്ടിരിക്കുന്നു. അതുപോലെ ബാക്കി 5 പേരുടെയും മൃതദേഹങ്ങൾ ഷീറ്റും ബെഡും ഉപയോഗിച്ച് മൂടിയിട്ടിട്ടുണ്ട്. അതിൽ നിന്നും ഒരു സൂചന ലഭിച്ചു. കൊല ചെയ്ത ശേഷം ആ മൃതദേഹങ്ങൾ കണ്ടു നിൽക്കാനുള്ള വിഷമം മൂലമാകാം കൊലയാളി വളരെ ബുദ്ധിമുട്ടി ഷീറ്റും ബെഡുകളും എടുത്തുകൊണ്ടുവന്ന് മൂടിയിട്ടത്. അതിൽ നിന്നും ചില കാര്യങ്ങൾ അനുമാനിക്കാം. 1. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതക ശ്രമമായിരുന്നില്ല അത്. 2. ഒന്നിലധികം ആളുകൾ ഇതിന് പിന്നിലില്ല. 3. മൃതദേഹങ്ങൾ കണ്ടു നിൽക്കാൻ പ്രയാസമുണ്ടാക്കുന്ന വിധം കൊല്ലപ്പെട്ടവരുമായി ഗാഢമായ വ്യക്തിബന്ധമോ ബന്ധുതയോ ഉള്ള ഒരു വ്യക്തിയാകാം ആ കൊല ചെയ്തത്. ഏറ്റവും ഒടുവിൽ പരിശോധിച്ച ദിവ്യമോളുടെ മൃതദേഹത്തിന്മേൽ അലമാരയിൽ നിന്ന് തുണികൾ എടുത്തുകൊണ്ടുവന്ന് വിതറി മൂടിയിട്ടിരിക്കുകയാണ്. മിഡിയും ടോപ്പും ഫ്രണ്ട് ഓപ്പൺ ഓവർകോട്ടുമായിരുന്നു അവളുടെ വേഷം. ദിവ്യയുടെ തലയ്ക്ക് പിന്നിൽ ഇടതുഭാഗത്താണ് അടിയേറ്റിരിക്കുന്നത്. കഴുത്തിലെയും ഇടത് കൈയിലെയും ഞരമ്പുകൾ മുറിച്ചിട്ടുണ്ട്. അഗസ്റ്റിൻ്റെയും മേരിയുടെയും ബെഡ്റൂമിലേക്കാണ് ദിവ്യ വീണുകിടക്കുന്നത്. കാലുകൾ രണ്ടും സിറ്റൗട്ടിൻ്റെ വാതിൽപ്പടി മുട്ടിക്കിടക്കുന്നു. ദിവ്യയുടെ കാലിൽ പാദസരവും കാൽവിരലിൽ മോതിരവും ഉണ്ടായിരുന്നു. സിറ്റൗട്ടിൽ നിന്നും ബെഡ്റൂമിലേക്ക് അടിച്ച് തെറിച്ചു വീണ നിലയിലാണ് കിടപ്പ്. പിന്നിൽ നിന്നും അടിയേറ്റ് വീണ് കിടക്കും പോലെ. എല്ലാ മുറികളിലും രക്തം തളം കെട്ടി കിടക്കുന്നു. മൃതദേഹങ്ങൾ ചീഞ്ഞ് വീർക്കാനും തുടങ്ങിയിരിക്കുന്നു. ബെഡ്റൂമിലെ സ്റ്റീൽ അലമാര തുറന്നു കിടക്കുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം വലിച്ച് വാരിയിട്ടിരിക്കുന്നു. കടയിലെ ഡെയിലി കളക്ഷൻ ഇനത്തിൽ അഗസ്റ്റിൻ നിത്യേന 20,000 രൂപ വീതം അലമാരയിൽ കൊണ്ടുവയ്ക്കുക പതിവായിരുന്നു. ആ നിലയിൽ കുറേ പണം കാണപ്പെടേണ്ടതാണ്. എന്നാൽ 40,000-ഓളം രൂപ ബാക്കി വെച്ച് കുറച്ച് പണം മാത്രമേ കൊലയാളി അപഹരിച്ചിട്ടുള്ളൂ. അലമാരയ്ക്ക് പിന്നിൽ ബ്രീഫ് കേസിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപ എടുത്തിട്ടില്ല. കൂടാതെ അലമാരയിൽ നിന്നും വിവിധ ബാങ്കുകളിലായി അഗസ്റ്റ് നിക്ഷേപിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ റെസീറ്റുകൾ കണ്ടുകിട്ടി. ആർക്കും കാണാവുന്ന വിധത്തിൽ കിടക്കുന്ന ഇതൊന്നും കൈക്കലാക്കാൻ കൊലയാളി ശ്രമിച്ചിട്ടില്ല. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി. അമിതമായ ധനാർത്തി മൂലമോ ധനാഭരണ വ്യഗ്രത കൊണ്ടോ ആയിരുന്നില്ല കൊലയാളി കൃത്യം ചെയ്തതെന്നും പണം കവർന്നതെന്നും. എന്നാൽ തൻ്റെ താൽക്കാലിക ആവശ്യത്തിനുള്ള പണം മാത്രം അപഹരിച്ചിട്ടുണ്ട് താനും. സവിശേഷ സ്വഭാവമുള്ള ഒരു കേസാണിതെന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കുന്ന സൂചനകളായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. കോടാലി, വാക്കത്തി, 2 സാധാരണ കത്തികൾ. ഇത്രയും ആയുധങ്ങൾ കൃത്യനിർവഹണത്തിനായി ഉപയോഗിച്ച സ്ഥിതിക്ക് കൊല ചെയ്തത് ഒരു 4 സംഘമാകാനാണ് സാധ്യതയെന്ന് എൻ്റെ മേലുദ്യോഗസ്ഥനടക്കം വാദിച്ചു. എന്നാൽ ഒരു വ്യക്തി തനിച്ചാണിത് ചെയ്തതെന്ന് അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. എനിക്ക് എൻ്റേതായ ന്യായങ്ങളുമുണ്ടായിരുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു 4 സംഘം മൃതദേഹങ്ങൾ പുതപ്പിച്ച് കിടത്തേണ്ട കാര്യമെന്താണ്? പ്രതിരോധിക്കാൻ ആരുമില്ലാത്ത വിധം 6 പേരെയും വകവരുത്തിയിട്ട് അവരുടെ ശരീരത്തിൽ കിടന്ന ആഭരണങ്ങളും തുറന്ന അലമാരയിലെ പണവും ലക്ഷങ്ങളുടെ റെസീറ്റും അവശേഷിപ്പിച്ച് അവർ കടന്നുകളയുമോ? ഇനി അതല്ല, വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ് കൃത്യം ചെയ്തതെങ്കിൽ അലമാരയിൽ നിന്നും അല്പം പണം മോഷ്ടിക്കേണ്ട കാര്യമെന്താണ്? കൊലയാളിയെ സംബന്ധിച്ച ആദ്യ സൂചനകൾ ലഭിക്കാൻ ഈ സംശയങ്ങൾ ധാരാളം മതിയായിരുന്നു. കൊലപാതകത്തിൻ്റെ ലക്ഷ്യം മോഷണമാണെന്ന് വ്യക്തമാക്കുന്ന പ്രകടമായി തെളിവുകളില്ല. മോഷണമല്ലാത്ത പക്ഷം വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാകാം ഈ കൊടും ക്രൂരതയ്ക്ക് കുറ്റവാളികൾ മുതിർന്നിട്ടുള്ളത്. പ്രാഥമിക നിഗമനം എന്നതിൽ കവിഞ്ഞ് ഒന്നും സ്ഥിരീകരിക്കാനാവാത്ത അവസ്ഥ. അന്വേഷണത്തിൻ്റെ ഗതിയെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന ഒരു തുമ്പ് വീണ് കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ. സമീപവാസികളെ ചോദ്യം ചെയ്തപ്പോൾ മാഞ്ഞൂരാൻ വീട്ടിൽ പകൽ വന്ന് ജോലി ചെയ്തു പോകുന്ന ഒരു തമിഴ് സ്ത്രീയുണ്ടെന്ന് അറിവായി. അവരുടെ പേര് അമൃത. ഒന്നും മറച്ചു വയ്ക്കാതെ തനിക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി തുറന്നു പറയുന്ന രീതിയാണ് അവരുടേതെന്ന് ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ തോന്നി. സംഭവം നടന്നത് ഞായറാഴ്ചയായതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല സാറേ. ഞായറാഴ്ച ദിവസം ഞാൻ സാധാരണ ജോലിക്ക് വരാറില്ല. തിങ്കളാഴ്ച പതിവ് പോലെ വന്നപ്പോഴാണ് വിവരമറിയുന്നത്, അമൃത കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മാഞ്ഞൂരാൻ വീട്ടിൽ ആലുവാക്കാരൻ കണ്ണൻ ആഴ്ചയിലൊരിക്കൽ വിറക് കീറാനായി വരും. അയാൾക്കും അമൃത പറഞ്ഞതിൽ കൂടുതലായി ഒന്നും തന്നെ അറിവില്ല. തമിഴ് സംസാരിക്കുന്ന വീട്ടുവേലക്കാരിക്ക് അടുക്കള ഒഴികെ മറ്റു മുറികളിൽ പ്രവേശനമില്ല.
അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ വിശദാംശങ്ങളോ ആഭ്യന്തര കാര്യങ്ങളോ അവൾക്കറിയില്ല. പക്ഷേ ക്ലാരയും കൊച്ചുറാണിയും മേരിയും ഓരോ സ്വർണ്ണമാല ധരിച്ചു നടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരുടെ മൃതദേഹങ്ങളിൽ ആ മാല കാണുന്നില്ല താനും. കുറച്ചുകൂടി വ്യക്തമായ ചിത്രം ലഭിക്കുന്നതിനായി മാഞ്ഞൂരന്മാരുടെ കുടുംബ പശ്ചാത്തലം പഠിച്ചു. കൊല്ലപ്പെട്ട അഗസ്റ്റിൻ്റെ ജ്യേഷ്ഠന്മാരായ ജോസും ജോർജും തൊട്ടടുത്ത് തന്നെ കുടുംബസമേതം താമസിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി അവർ ഇളയ സഹോദരനായ അഗസ്റ്റിൻ താമസിക്കുന്ന കുടുംബ വീട്ടിൽ വരികയോ സംസാരിക്കുകയോ ചെയ്യാറില്ല. അപ്പൻ തൊമ്മിയുടെ മരണത്തോടെയാണ് സഹോദരന്മാർ തമ്മിൽ മാനസികമായി അകന്നതും കുടുംബത്തിൽ അന്തഛിദ്രമുണ്ടായതും. അതിൻ്റെ കാരണങ്ങൾ തേടി ചെന്നപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. കുടുംബസ്വത്ത് ഭാഗം വച്ചപ്പോൾ അപ്പൻ്റെ തീരുമാനം ഇനി പറയും വിധമായിരുന്നു. കുടുംബ വീട് അഗസ്റ്റിനും തൊട്ടടുത്തുള്ള വസ്തു ജോസിനും ജോർജിനും നൽകി. ആലുവ ടൗണിലുള്ള കടകളിൽ ഓരോ കട വീതം ഓരോരുത്തർക്കും. ആലുവ ടൗണിൽ തന്നെയുള്ള 70 സെൻറ്റ് വസ്തു വിറ്റ് കുടുംബത്തിലെ പെൺമക്കൾക്ക് 10,000 രൂപ വീതം കൊടുക്കണം. ബാക്കി വരുന്ന തുക 3 ആൺമക്കളും ചേർന്ന് തുല്യമായി വീതിച്ചെടുക്കണം. അപ്പനോടൊപ്പം താമസിച്ചിരുന്ന ഇളയ മകൻ അഗസ്റ്റിനും ജ്യേഷ്ഠന്മാരായ ജോസും ജോർജും ഈ തീരുമാനം അംഗീകരിച്ചിരുന്നു. എന്നാൽ തൊമ്മിയുടെ മരണത്തോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. അപ്പൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായി 41 പക്കം പള്ളിയിൽ പ്രാർത്ഥനയും ദിവ്യബലിയും കല്ലറയിൽ ഒപ്പീസ് നടത്തുന്നതിനായി തലേ ദിവസം മക്കളെല്ലാം കുടുംബ വീട്ടിൽ ഒത്തുകൂടി. സംഭാഷണത്തിനിടയിൽ ജ്യേഷ്ഠന്മാർ പറഞ്ഞു, അഗസ്റ്റി, ഇനി അപ്പൻ്റെ നിശ്ചയപ്രകാരം ഭാഗപത്രം നടപ്പാക്കണം. അഗസ്റ്റിൻ്റെ മറുപടി ഇതായിരുന്നു, അപ്പൻ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. എന്താണത്? അതുവരെ തങ്ങളറിയാത്ത എന്തോ പ്രശ്നം ഉടലെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായതിൻ്റെ ഉത്കണ്ഠയോടെ ജ്യേഷ്ഠന്മാർ ചോദിച്ചു. അമ്മച്ചിയുടെയും കൊച്ചുറാണിയുടെയും സംരക്ഷണം എൻ്റെ ചുമതലയിലായതുകൊണ്ട് ആലുവയിലെ 70 സെൻറ്റ് സ്ഥലം വിറ്റ് പെൺമക്കൾക്ക് കൊടുക്കാനുള്ള തുക കൊടുത്ത് ബാക്കി എന്നോടെടുത്തോളാനാണ് മരിക്കുന്നതിന് മുമ്പ് അപ്പൻ പറഞ്ഞത്. ജ്യേഷ്ഠന്മാർ 2 പേരും ഒരുപോലെ ഞെട്ടി. ആലുവയിലെ 70 സെൻറ്റ് അനവധി ലക്ഷങ്ങൾ വിലമതിക്കുന്ന കണ്ണായ സ്ഥലമാണ്. അതിൽ നിന്നും 10,000 രൂപ വീതം സഹോദരിമാർക്ക് കൊടുത്തിട്ട് ബാക്കി അഗസ്റ്റിൻ തനിയെ സ്വന്തമാക്കാൻ പോകുന്നു പോലും. ജോസിനും ജോർജിനും അത് വിശ്വാസയോഗ്യമായി തോന്നിയില്ല. അതിൻ്റെ പേരിൽ അഗസ്റ്റിനുമായി വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടായി. അഗസ്റ്റിൻ തൻ്റെ നിലപാടിൽ നിന്നും അണുവിട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുമില്ല. ഒടുവിൽ ജ്യേഷ്ഠന്മാർ പിണങ്ങി ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം ചടങ്ങിനായി അവർ പള്ളിയിലെത്തിയെങ്കിലും കുടുംബ വീട്ടിൽ കയറിയില്ല. പകരം പള്ളിയിൽ വന്ന കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കുമായി ജോസ് ഒരു ലഘുലേഖ വിതരണം ചെയ്തു. കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കായി തൻ്റെ ചെറുപ്പകാലം മുതൽ അപ്പനോടൊപ്പം നിന്ന് പരിശ്രമിച്ചതും കഷ്ടപ്പെട്ടതും അതിനായി അനുഭവിച്ച ത്യാഗങ്ങളും കുടുംബത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നിലുള്ള തൻ്റെ പങ്കും സഹോദരിമാരെ വിവാഹം ചെയ്തയച്ചതിന് പിന്നിലെ തൻ്റെ സംഭാവനകളും മറ്റുമായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. തങ്ങളുടെ മരണം വരെ അഗസ്റ്റിൻ്റെ വീട്ടിൽ പ്രവേശിക്കുകയില്ലെന്ന് പരസ്യമായി അവർ പ്രതിജ്ഞയെടുത്തു. അങ്ങനെ അപ്പൻ്റെ 41-ാം ദിവസം തന്നെ മക്കൾ തമ്മിൽ നിതാന്ത ശത്രുതയോടെ അംഗം കുറിച്ചു. അതിനുശേഷം ജ്യേഷ്ഠന്മാരും അഗസ്റ്റിനും തമ്മിൽ പരസ്പരം സംസാരിക്കുകയോ വീട്ടിൽ കയറുകയോ ചെയ്തിട്ടില്ല. അമ്മ ക്ലേറെ മാത്രം ഇടയ്ക്ക് വല്ലപ്പോഴും ജോസിൻ്റെയും ജോർജിൻ്റെയും വീട്ടിൽ പോയെങ്കിലായി. 2 വർഷം അങ്ങനെ കടന്നുപോയി. ഇതിനിടയിൽ ഏതോ ഒരു ബന്ധുവിൻ്റെ വിവാഹ സമയത്ത് ജോസ് ഒരു പരസ്യ പ്രഖ്യാപനം നടത്തി. അഗസ്റ്റിനും കുടുംബവും ജീവനോടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കുടുംബ വീട്ടിൽ പോകില്ല. ഈ സംസാരം ബന്ധുക്കൾക്കിടയിൽ പ്രചരിച്ചു. വൈരാഗ ബുദ്ധിയോടെയുള്ള ഒരു ഒഴുക്കൻ പ്രസ്താവനയ്ക്കപ്പുറം അഗസ്റ്റിനെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന സൂചന അതിലുള്ളതായി പോലും വ്യാഖ്യാനങ്ങളുണ്ടായി. അഗസ്റ്റിൻ്റെ ഭാര്യ സഹോദരൻ രാജൻ്റെ ചെവിയിലും ഈ വിവരമെത്തി. അധികം വൈകാതെ അഗസ്റ്റും കുടുംബവും കൂട്ടക്കൊലയ്ക്ക് ഇരയായപ്പോൾ സഹോദരന്മാർക്ക് അതിൽ പങ്കുണ്ടാകുമെന്ന് തീർച്ചയായും രാജൻ വിശ്വസിച്ചു. രാജൻ തൻ്റെ സംശയം ആലുവ പോലീസിനെ അറിയിച്ചു. പോലീസിൻ്റെയും നാട്ടുകാരുടെയും സംശയങ്ങൾ ആ വഴിക്ക് നീങ്ങി. പണവും രാഷ്ട്രീയ സ്വാധീനവുമുള്ള വമ്പന്മാർ എന്ന നിലയിൽ കൊല ചെയ്യാനും അത് മറച്ചുവെക്കാനും കഴിവുള്ളവർ എന്ന പൊതുധാരണയിൽ വിശദമായ അന്വേഷണങ്ങൾക്ക് മെനക്കെടാതെ എല്ലാ സംശയ കണ്ണുകളും അഗസ്റ്റിൻ്റെ ജ്യേഷ്ഠന്മാർക്ക് നേരെ നീണ്ടു. ആ ചിന്ത പാടെ അബദ്ധമാണെന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ ഉറപ്പിച്ചു. കാരണം സഹോദരന്മാരുമായി എത്ര ശത്രുതയുണ്ടെങ്കിലും ഇപ്പോഴും സ്നേഹത്തിൽ കഴിയുന്ന സ്വന്തം പെറ്റമ്മയെ
നിഷ്കരണം കൊല ചെയ്യാൻ തക്ക മാനസിക അവസ്ഥയിലുള്ളവരല്ല ജോർജും ജോസും. എന്നാൽ ഇതൊക്കെ കേവലം നിരീക്ഷണങ്ങളും നിഗമനങ്ങളും മാത്രമാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് മാഞ്ഞൂരാൻ തറവാട്ടിലെ വീട്ടുവേലക്കാരി അമൃതയുടെ വാക്കുകൾ ജീവനുള്ളൊരു തെളിവായി മനസ്സിൽ നിറഞ്ഞു നിന്നു. ക്ലാരയും കൊച്ചുറാണിയും മേരിയും പതിവായി സ്വർണമാല ധരിക്കുന്നവരാണെന്നും താൻ അവസാനമായി വന്നുപോയ ദിവസം വരെ, അതായത് ശനിയാഴ്ച വരെ അവരുടെ കഴുത്തിൽ മാലയുണ്ടായിരുന്നെന്നും അമൃത ഉറപ്പിച്ചു പറയുന്നു. എങ്കിൽ ആ മാലകൾ എങ്ങനെ അപ്രത്യക്ഷമായി? പ്രൊഫഷണൽ മോഷ്ടാക്കളാണെങ്കിൽ തുറന്നു കിടക്കുന്ന അലമാരയിലെ പണവും മുഴുവൻ ആഭരണങ്ങളും ബ്രീഫ് കേസിലെ പണവുമടക്കം ലക്ഷങ്ങൾ വിലമതിക്കുന്നതൊക്കെ കവർച്ച ചെയ്തേനെ. ഇവിടെ ഇതുവരെ കിട്ടിയ അറിവനുസരിച്ച് 3 മാലയുമായി കടന്നുകളഞ്ഞ കള്ളൻ ആരായാലും അയാൾ തന്നെയാകും ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദി. മാഞ്ഞുരാൻ സഹോദരന്മാരെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് അന്വേഷണം വഴിതിരിച്ചു വിടാനേ ഉപകരിക്കൂ. അമൃതയിൽ നിന്നും ഇപ്പോൾ കിട്ടിയതിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനിടയില്ലെന്ന് ഉറപ്പായപ്പോൾ ഞാൻ മറ്റൊരു പിടിവള്ളി തേടി. ക്ലാരയും കൊച്ചുറാണിയും എല്ലാ ദിവസവും പതിവായി പള്ളിയിൽ പോകുന്നവരാണ്. പള്ളിയിൽ വെച്ച് നിത്യവും കാണുന്ന സ്ത്രീകളിൽ ആർക്കെങ്കിലും ഇവരുമായി അടുപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. കുർബാന കാണാനായി വെളുപ്പിന് 6 മണിക്ക് ഞാൻ ആലുവ പള്ളിയിൽ പോയി. ഇടദിവസമായതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ പള്ളിയിലുണ്ടായിരുന്നുള്ളൂ. പാലാ സ്വദേശിനിയായ ഒരു ചേട്ടത്തിക്ക് ക്ലാരയും കൊച്ചുറാണിയുമായി അടുപ്പമുണ്ടായിരുന്നതായി കുർബാനയിൽ പങ്കെടുക്കാൻ വന്നവരിൽ നിന്നും എനിക്ക് മനസ്സിലായി. ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ പോയി. ഞാൻ ആരാണെന്നും എന്താണ് വരവൻ്റെ ഉദ്ദേശമെന്നും തുറന്നു പറഞ്ഞു. ഒട്ടും ഭയമില്ലാതെ വളരെ സൗഹാർദ്ദപരമായാണ് അവർ ഇടപെട്ടത്. സംഭാഷണത്തിനിടയിൽ ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ പണക്കാരായിട്ടും ആ അമ്മച്ചിയുടെയും കൊച്ചുറാണിയുടെയും കഴുത്തിൽ ഒരു സ്വർണമാല പോലും ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നല്ലോ സാറേ, പാലാക്കാരി പറഞ്ഞു. ആ മറുപടി തന്നെയായിരുന്നു എനിക്ക് ആവശ്യം. ഞാൻ വിട്ടുകൊടുത്തില്ല. ആര് പറഞ്ഞു? എന്നിട്ട് മൃതദേഹത്തിൽ മാലയൊന്നും കണ്ടില്ലല്ലോ. അതെനിക്കറിയില്ല സാറേ. പക്ഷേ പള്ളിയിലെന്നും മാല ഇട്ടുകൊണ്ടാണ് 2 പേരും വരുന്നത്. മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും വന്നപ്പോഴും ഞാൻ ആ മാലകൾ കണ്ടതാണ്. അശേഷം സംശയമില്ലാത്ത വിധം പാലാക്കാരി തറപ്പിച്ച് പറഞ്ഞു. ഏതാ ഫാഷനെന്ന് വല്ലതും ശ്രദ്ധിച്ചോ? വട്ടക്കണ്ണി ഫാഷനിലുള്ളതാ സാറേ. ആലോചിക്കാൻ പോലും സമയമെടുക്കാതെ പാലാക്കാരി പറഞ്ഞു. കൊച്ചുറാണിയുടെ കഴുത്തിലെ മാല ഒരു 4-5 പവൻ കാണും. അമ്മച്ചിയുടെ മാലയ്ക്ക് തൂക്കം കുറവാണ്. പാലാക്കാരി ഞാൻ ആവശ്യപ്പെടാതെ തന്നെ വിശദാംശങ്ങൾ തന്നു. യാത്ര പറഞ്ഞിറങ്ങാൻ നേരം പാലക്കാരി തിരിച്ച് ഇങ്ങോട്ടൊരു ചോദ്യം. അല്ല സാറേ, കൊച്ചുറാണിയുടെ കാലിൽ സ്വർണ്ണപാദസരമുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അല്ല, കൊച്ചുറാണിയുടെ കാലിൽ പാദസരമുണ്ടെന്ന് ചേട്ടത്തിക്ക് എങ്ങനെ അറിയാം? ചിരിച്ചുകൊണ്ടാണ് അവർ അതിന് മറുപടി പറഞ്ഞത്. അത് പിന്നെ സ്വർണ്ണപാദസരം കാണിക്കാൻ വേണ്ടി കൊച്ചുറാണി സാരി അല്പം കയറ്റിയാണ് ഉടുക്കുന്നത്. പള്ളിയിൽ ഞാൻ മുട്ടുകുത്തുന്നതിന് തൊട്ട് മുമ്പിലാണ് കൊച്ചുറാണി മുട്ടുകുത്തുന്നത്. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ വ്യക്തമായി കാണാറുള്ളതാണ് സാറേ. പള്ളിയിൽ മുട്ടുകുത്തുന്നതുകൊണ്ട് മാത്രം പാലാക്കാരി ചേട്ടത്തിയെപ്പോലെ വളരെ അപൂർവം ചിലർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് കൊച്ചുറാണിയുടെ കാലിലെ പാദസരം. സന്തത സഹചാരിയായ ജോലിക്കാരി അമൃതയ്ക്ക് പോലും അറിയാത്ത ആ പാദസരം ഊരിക്കൊണ്ട് പോകണമെങ്കിൽ കൊലയാളി മാഞ്ഞൂരാൻ കുടുംബാംഗവുമായി അത്ര അടുത്ത ബന്ധമുള്ള, വീടിനുള്ളിൽ സ്വാതന്ത്ര്യമുള്ള ഒരാളാകണം. അതിന് ബലം കൂട്ടുന്ന ഒരു മൊഴി കൂടി ഉടനടി ലഭിച്ചു. അഗസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള മാഞ്ഞൂരാൻ ഹാർഡ്വെയേഴ്സ് എന്ന സ്ഥാപനത്തിലെ സെയിൽസ്മാൻമാരായ കല്ലറയ്ക്കൽ ജോയും പുതുശ്ശേരി വീട്ടിൽ റാഫേലും പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. കടയിൽ ദിവസേന ശരാശരി 20,000-ന് മുകളിൽ കളക്ഷൻ ഉണ്ടാകും. ആ പണം വീട്ടിൽ കൊണ്ടുപോകും. വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ ഞങ്ങൾ തന്നെ പണവുമായി വീട്ടിൽ പോയിട്ടുണ്ട്. വീട്ടിൽ പണമുള്ളതുകൊണ്ട് ആര് ചെന്നാലും ജനലിൽ കൂടി ആളെ കണ്ട് തിരിച്ചറിഞ്ഞിട്ടേ വാതിൽ തുറക്കൂ. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി. ജനാല തുറന്ന് വിശ്വസിക്കാമെന്ന് തോന്നിയ ആളായതുകൊണ്ടാണ് രാത്രി സമയമായിട്ടും കൊലയാളിയെ വീട്ടിൽ കയറ്റിയത്. എങ്കിൽ വിളവ് തിന്നത് വേലി തന്നെ ആയിക്കൂടെ? മാഞ്ഞൂരാൻ കുടുംബാംഗവുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ ആ സ്നേഹം മറയാക്കി കൊലക്കയർ ഒരുക്കിയതാണെങ്കിലോ? കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ഒരേ സമയം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ കേസിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരാളെങ്കിലും അവശേഷിച്ചിരുന്നെങ്കിൽ അന്വേഷണത്തിൻ്റെ പുരോഗതിയെ സഹായിക്കുന്ന വിലപ്പെട്ട തെളിവുകളും വിവരങ്ങളും ആ വ്യക്തിയിൽ നിന്നും ശേഖരിക്കാൻ കഴിഞ്ഞേനെ. ഇവിടെ ഇത് സാധിക്കാത്തതുകൊണ്ട് കൊല്ലപ്പെട്ട കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയും അഗസ്റ്റിൻ്റെ ഭാര്യ സഹോദരനുമായ
രാജനിൽ നിന്നും വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചു. രാജൻ പറഞ്ഞ കാര്യങ്ങളുടെ സാരാംശം ഇനി പറയുന്നതാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ രാജൻ്റെ അപ്പനും അമ്മയും കിടപ്പിലാണ്. എറണാകുളത്തെ മുളയിരിക്കൽ വീട്ടിൽ രാജൻ്റെ ഒപ്പം താമസിക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് എപ്പോഴും ഒരാൾ സഹായത്തിനുണ്ടാകും. രാജൻ്റെ ഭാര്യ സിമിയും തൃപ്പൂണിത്തറയിൽ വിവാഹം കഴിച്ചയച്ചിരിക്കുന്ന രാജൻ്റെ സഹോദരി ലിസിയും അഗസ്റ്റിൻ്റെ ഭാര്യ മേരിയും മാറി മാറി വന്നു നിന്നാണ് അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കുന്നത്. രാജൻ എറണാകുളം മാർക്കറ്റ് റോഡിലുള്ള സ്വന്തം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എപ്പോഴും തിരക്കിലായതുകൊണ്ട് സഹോദരിമാരോ ഭാര്യയോ അങ്ങനെ ആരെങ്കിലും ചുമതലയേൽപ്പിച്ച് മാതാപിതാക്കളുടെ സമീപത്ത് നിർത്തിയിട്ടേ പോകൂ. മാഞ്ഞൂരാൻ കുടുംബത്തിലെ കൂട്ടക്കൊല നടക്കുന്നതിന് 2 ദിവസം മുമ്പ് അഗസ്റ്റിൻ്റെ ഭാര്യ മേരി എറണാകുളത്ത് ചെന്ന് അപ്പനെയും അമ്മയെയും കണ്ടിരുന്നു. അപ്പോൾ രാജൻ്റെ ഭാര്യ സിമി അവരുടെ മാതാപിതാക്കൾക്ക് സുഖമില്ലാത്തതിനാൽ തൃശ്ശൂരിലുള്ള വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. സിമി സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞായറാഴ്ച രാത്രി 9:30 വീണ്ടും എറണാകുളത്തെത്താമെന്ന് വാക്ക് പറഞ്ഞിട്ടാണ് മേരി വെള്ളിയാഴ്ച മടങ്ങിപ്പോയത്. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് അപ്പൻ നിർദ്ദേശിച്ചതനുസരിച്ച് രാജൻ ആലുവയിലേക്ക് ഫോൺ ചെയ്തപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ താൻ എറണാകുളത്തെത്തുമെന്ന് മേരി ഉറപ്പു പറയുകയും ചെയ്തു. ഞായറാഴ്ച പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും മേരിയെ കാണാതായപ്പോൾ രാജൻ ആലുവയിലെ വീട്ടിലേക്ക് വീണ്ടും ഫോൺ ചെയ്തു. തുടർച്ചയായി ബെല്ലടിച്ചിട്ടും ആരും ഫോൺ എടുക്കുന്നില്ല. ഉച്ചവരെ പലതവണ വിളിച്ചിട്ടും പ്രതികരണം ഉണ്ടായതുമില്ല. രാജൻ തൊട്ടടുത്ത് താമസിക്കുന്ന ജോസിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. അഗസ്റ്റിൻ്റെ ജ്യേഷ്ഠനാണ് ജോസ്. കുട്ടികളാണ് ഫോണെടുത്തത്. പിണക്കത്തിൽ കഴിയുന്ന കുടുംബ വീട്ടിൽ പോയി അന്വേഷിക്കാനുള്ള വിമുഖത കൊണ്ടാകാം അവിടെ ആരുമില്ലെന്ന് കുട്ടികൾ പറഞ്ഞു. രാജൻ ആലോചിച്ചു. ആരുമില്ലാതെ വരില്ലല്ലോ. മറ്റുള്ളവർ എവിടെയെങ്കിലും പോയാൽ തന്നെ അമ്മച്ചിയും കൊച്ചുറാണിയും വീട്ടിൽ കാണേണ്ടതല്ലേ. എല്ലാവരും കൂടി യാത്ര പോവുകയാണെങ്കിൽ മേരി വിളിച്ച് പറയാതിരിക്കുകയുമില്ല. പിന്നെ ഇതെന്തു പറ്റി? വീണ്ടും ജോസിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. ഇത്തവണ ജോസ് തന്നെയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. അനുജനുമായി രമ്യതയില്ലാത്തതുകൊണ്ട് ജോസും അവിടെ പോയി അന്വേഷിക്കാൻ കൂട്ടാക്കിയില്ല. അഗസ്റ്റിൻ്റെ വീടിനോട് ചേർന്നാണ് ആലുവ മുനിസിപ്പൽ കൗൺസിലർ സെബാസ്റ്റ്യൻ താമസിക്കുന്നത്. രാജൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യം ധരിപ്പിച്ചു. ചെന്ന് അന്വേഷിക്കാതെ തന്നെ അവിടെ ആരുമില്ലെന്ന് തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി രാജൻ കടയടച്ചിട്ട് വന്ന പാടെ അപ്പൻ വിളിച്ചു പറഞ്ഞു, നിനക്കറിയാമല്ലോ, മേരി ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. രാവിലെ 9:30 വരാമെന്ന് പറഞ്ഞാൽ കൊക്കിൽ ജീവനുണ്ടേൽ അവൾ വന്നിരിക്കും. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ വിളിച്ചറിയിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഫോൺ ബെല്ലടിച്ചിട്ട് എടുക്കുന്നുമില്ല. എനിക്കാകെ പേടി തോന്നുന്നു. നീ അവിടം വരെ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വന്നാട്ടെ. അപ്പൻ പല കുറി നിർബന്ധിച്ചപ്പോൾ രാജൻ ആലുവയിലുള്ള അങ്കിളിനെ കൂട്ടുവിളിച്ച് രാത്രി 10:30 മണിയോടെ അഗസ്റ്റിൻ്റെ വീട്ടിലെത്തി. വീട്ടിൽ വെളിച്ചം കണ്ടില്ല. കോമ്പൗണ്ടിലും വെളിച്ചമില്ല. കനത്തിരുട്ടിലൂടെ തപ്പിത്തടഞ്ഞു നടന്ന് അവർ മുൻവാതിലിനടുത്തെത്തി. വാതിൽ അല്പം തുറന്ന് ചാരിയിട്ടിരിക്കുന്നു. രാജൻ മെല്ലെ വാതിൽ തുറന്നു നോക്കി. അഗസ്റ്റിൻ്റെ മകൻ കുട്ടൻ പായിൽ മലർന്നു കിടക്കുന്നു. വല്ലാത്ത കിടപ്പ് കണ്ടപ്പോൾ ഒരു പന്തികേട് തോന്നി. വീടിനുള്ളിൽ നിന്നും തീക്ഷ്ണമായ ഗന്ധവും പുറത്തേക്ക് വന്നു. അപകടമണത്ത രാജനും മകളും ആലുവ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തിയതിനു ശേഷമാണ് ഭയാനകമായ ആ കൂട്ടക്കൊലയെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. ഇതിനപ്പുറം മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ രാജൻ അറിയില്ല. രാജൻ്റെ ഓർമ്മയിൽ അഗസ്റ്റിനും കുടുംബവുമായി ശത്രുതയുള്ളത് ജ്യേഷ്ഠന്മാരായ ജോസിനും ജോർജിനുമാണ്. പക്ഷേ സ്വത്തുക്കൾ അപഹരിക്കാനായി ഒരു കൂട്ടക്കൊല ചെയ്താലുള്ള ഭവിഷ്യത്തുകൾ അറിയാത്തവരല്ല ജോസും ജോർജും. പ്രത്യേകിച്ചും തൊട്ടടുത്ത് താമസിക്കുന്നവരും മുൻവൈരാഗ്യമുള്ളവരുമെന്ന നിലയിൽ ആദ്യം തന്നെ തങ്ങൾ സംശയിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവർക്കറിയാം. മാത്രമല്ല, ലക്ഷങ്ങളുടെ സ്ഥിരനിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ സ്പർശിക്കാതെ കൊച്ചുറാണിയുടെ കാലിലെ പാദസരം അപഹരിച്ച് കടന്നുകളഞ്ഞ കൊലയാളി ഏതെന്ന ചൂടുപിടിച്ച ചിന്തയിലേക്കാണ് എൻ്റെ മനസ്സ് നീങ്ങിയത്. പക്ഷേ ഒരു മനുഷ്യന് തനിച്ച് 6 പേരെ കൊലപ്പെടുത്താൻ കഴിയുമോ? അതിനുള്ള മറുപടി അധികം വൈകാതെ ദൈവം മുമ്പിൽ കൊണ്ടുവന്ന് തന്നു. വയനാട് ജില്ലയിലും ആലുവ കൂട്ടക്കൊലയ്ക്ക് സമാനമായ ഒരു കേസുണ്ടായി. മാനന്തവാടിയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ കൂഴിനിലത്തായിരുന്നു സംഭവം. പുത്തൻപുര വീട്ടിലെ റോസമ്മയും മക്കളായ 10 വയസ്സുള്ള ജോവിനെയും 7 വയസ്സുള്ള ജോൽസിനെയും 1999 ജൂലൈ 7 വൈകിട്ട് അതിദാരുണമായി വെട്ടിക്കൊല്ലുകയായിരുന്നു.
വെട്ടേറ്റ ഒരു ആൺകുട്ടി മാത്രം ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 4 പേരും മരിച്ചു എന്ന ധാരണയിലാണ് കൊലയാളി പോയത്. എന്നാൽ ഒരാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുകൊണ്ട് അന്വേഷണം സുഗമമായി. കൃത്യം നടത്തിയത് ഒരു വ്യക്തി തനിച്ചാണെന്ന് ആൺകുട്ടി ഏറ്റുപറഞ്ഞു. മോഷണമായിരുന്നു ലക്ഷ്യം. കുടുംബനാഥനായ ജോസ് മൈസൂരിൽ പോയ സന്ദർഭം നോക്കി കൊലയാളി വീട്ടിൽ കയറുകയായിരുന്നു. വിജയ് ശങ്കർ എന്ന SP ആയിരുന്നു ആ കേസ് തെളിയിച്ചത്. ഞാൻ ആലുവയിൽ നിന്നും മാനന്തവാടിയിലെത്തി സംഭവസ്ഥലം സന്ദർശിക്കുകയും വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. വിജയ് ശങ്കറുമായി ചർച്ച നടത്തി. ആലുവയിലും ഒരാൾ മരിക്കാതെ അവശേഷിച്ചിരുന്നെങ്കിൽ കൊലയാളി ഒരു വ്യക്തിയാണെന്നും അതാരാണെന്നും അനായാസം തെളിയിക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും സാഹചര്യം പഠിച്ചതിൽ നിന്നും ആലുവ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഒരേ ഒരു വ്യക്തിയുടെ കരങ്ങളാണുള്ളതെന്ന് ഞാൻ ശക്തിയുക്തം വാദിച്ചു. അത് കേട്ട് പലരുടെയും നെറ്റിച്ചൊളിഞ്ഞു. സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പലരും എൻ്റെ നിഗമനത്തോട് യോജിച്ചില്ല. പിൽക്കാലത്ത് കേസ് തെളിയുകയും ഒരാൾ തനിച്ചാണ് കൂട്ടക്കൊല ചെയ്തതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും കോടതിയും വരെ അത് ശരിവച്ചിട്ടും ഇന്നും ഒരു വ്യക്തി തനിച്ച് അത് ചെയ്യാൻ സാധിക്കുമോ എന്ന് സംശയിക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവരുടെ അറിവിലേക്കായി പറയട്ടെ, എല്ലാ വശവും വിശദമായി പഠിച്ച് 101 തവണ കൂട്ടിക്കിഴിക്കലുകൾ നടത്തി വ്യക്തമായി ബോധ്യം വന്ന ശേഷമാണ് കൊല ചെയ്തത് ആരാണെന്ന് സ്ഥാപിച്ചത്. ഇപ്പോഴത്തെ പ്രതിയിലേക്ക് അന്വേഷണം എത്തും മുമ്പ് ആലുവയിലും എറണാകുളത്തും ആ കാലയളവിൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ മുഴുവൻ ലിസ്റ്റ് പരിശോധിക്കുകയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി വിശദമായി അന്വേഷിക്കുകയും ചെയ്തിരുന്നു. എക്കാലവും കൊച്ചിക്കാരുടെ പേടിസ്വപ്നമായിരുന്ന കില്ലർ ജെയ്മി വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. കൊച്ചി നഗരത്തെ കിടുകിടെ വിറപ്പിച്ച ജെയ്മി കുറ്റകൃത്യങ്ങളുടെ ഉസ്താദായിരുന്നു. 1990 മുതൽ 1997 വരെയുള്ള കാലയളവിൽ കൊലപാതകവും പിടിച്ചുപറിയും ഉൾപ്പെടെ ജെയ്മിയുടെ പേരിൽ 14 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. എന്തായാലും ജെയ്മിയെ ഒന്ന് കാണാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ചെട്ടിച്ചിറ ചാരായ ഷോപ്പിൽ വെച്ചുണ്ടായ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജെയ്മി ആ സമയത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്ന ജെയ്മി ആലുവയിൽ വന്ന് ഈ കൃത്യം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. അന്വേഷിച്ചപ്പോൾ ജെയ്മി ഇടയ്ക്കിടെ പരോളിൽ ഇറങ്ങാറുണ്ടെന്ന് അറിഞ്ഞു. എങ്കിൽ ആ സമയത്ത് സംഭവിച്ചതായി കൂടെ? എന്തായാലും കാര്യങ്ങൾ വിശദമായി പഠിക്കാതെ ഒരു നിഗമനത്തിലെത്തുന്നതിൽ അർത്ഥമില്ല. ജെയ്മിയെ കാണാൻ പുറപ്പെടുമ്പോൾ എന്നിൽ ആവേശമുണർത്തിയ വസ്തുത ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ ജെയ്മിക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നതിലേറെ ആലുവയിലും എറണാകുളത്തുമുള്ള ക്രിമിനലുകളെപ്പറ്റി ജെയ്മിക്ക് നല്ല ധാരണയുണ്ടായിരിക്കും എന്നതായിരുന്നു. കോടതിയുടെ പ്രത്യേക അനുവാദം വാങ്ങിയ ശേഷമാണ് ജെയ്മിയെ ചോദ്യം ചെയ്യാനായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോയത്. ജയിൽ കവാടത്തിന് മുമ്പിൽ ചെന്ന് നിന്ന് കിളിവാതിലൂടെ ഞാൻ ആരാണെന്നും എന്തിനാണ് വന്നതെന്നും കോടതി ഉത്തരവിൻ്റെ കാര്യവുമടക്കം പറഞ്ഞപ്പോൾ വാതിൽ കാവൽ നിന്ന ചെറുപ്പക്കാരൻ ജയിലിൻ്റെ ഗേറ്റ് തുറന്നു തന്നു. ഞാൻ അയാളെ സൂക്ഷിച്ചു നോക്കി. ആര് കണ്ടാലും ഒരിക്കൽ കൂടി നോക്കിപ്പോവും വിധം സുന്ദരനും അരോഗ ദൃഢഗാത്രനുമായിരുന്നു അയാൾ. വളരെ ആകർഷകമായിരുന്നു ആ യുവാവിൻ്റെ പുഞ്ചിരി. കാഴ്ചയിൽ ഒരു കുറ്റവാളിയാണെന്ന് തോന്നിക്കില്ല. എന്തു കുറ്റത്തിനാണ് അതിസുന്ദരനായി ചെറുപ്പക്കാരൻ സെൻട്രൽ ജയിലിൽ കിടക്കുന്നതെന്നറിയാൻ എനിക്ക് ആകാംക്ഷയായി. എന്തായാലും ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് അയാളെ ഇഷ്ടമായി. ഒരു ജയിൽ പുള്ളിയോട് കൂടുതൽ കുശലപ്രശ്നം നടത്തുന്നതിലെ അനൗചിത്യം കണക്കിലെടുത്ത് ഞാൻ അധികം സംസാരിക്കാൻ ശ്രമിക്കാതെ ജയിൽ സൂപ്രണ്ടിനെ പോയി കണ്ടു. കില്ലർ ജെയ്മിയെ ചോദ്യം ചെയ്യാനുള്ള കോടതി ഉത്തരവ് സൂപ്രണ്ട് കൈമാറി. പരസ്പരം പരിചയപ്പെടുന്നതിനിടയിൽ ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. കൂടുതൽ സൗഹൃദം രൂപപ്പെട്ടപ്പോൾ ജെയ്മിയുടെ വീരകൃത്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം അദ്ദേഹം എനിക്ക് തന്നു. സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ അതുവരെ അടക്കിപ്പിടിച്ച ആകാംക്ഷയുടെ ചെപ്പ് തുറന്നു. ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും നിൽക്കുന്ന ആ സുമുഖനായ കുറ്റവാളി ആരാണ്? അയാളെ കണ്ടാൽ ഒരു കൊല ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ജയിൽ സൂപ്രണ്ട് ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ശബ്ദം താഴ്ത്തി നാടകീയമായി തന്നെ പറഞ്ഞു, അത് തന്നെയാണ് സാർ അന്വേഷിച്ചു വന്ന കില്ലർ ജെയ്മി. ഞാൻ വിശ്വസിക്കാനാകാതെ സ്തംഭിച്ചു നിന്നുപോയി. മനുഷ്യരക്തത്തിന് പച്ചവെള്ളത്തിൻ്റെ വില കൽപ്പിക്കാത്ത ഭീകരനായ കുറ്റവാളിയാണോ തൊട്ടു മുമ്പിൽ കണ്ട പുഞ്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ? ആദ്യ കാഴ്ചയിൽ തന്നെ
എത്ര തന്ത്രശാലിയായ കുറ്റവാളിയെയും തിരിച്ചറിയാൻ കഴിയുന്ന അകക്കണ്ണ് സ്വന്തമായി ഉണ്ടെന്ന് അഹങ്കരിച്ചിരുന്ന ഞാൻ മനസാക്ഷിക്ക് മുമ്പിൽ ആദ്യമായി അടിയറവ് പറഞ്ഞ നിമിഷമായിരുന്നു അത്. എന്തായാലും ജയിൽ അധികൃതർ ജെയ്മിയെ എൻ്റെ മുമ്പിൽ ഹാജരാക്കി. ഹാർദമായി ചിരിച്ചുകൊണ്ട് വളരെ അന്തസ്സുറ്റ ശൈലിയിലായിരുന്നു ജെയ്മിയുടെ സംസാരം. ഒന്നും മറച്ചു വയ്ക്കാതെ, അഥവാ അങ്ങനെ തോന്നിപ്പിക്കും വിധം ഞാൻ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ അയാൾ മറുപടി നൽകി. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ മനസ്സിലായി. ജെയ്മി വടുതലയിലെ ഒരു നല്ല കുടുംബത്തിൽ പിറന്നയാളാണ്. നന്നായി മദ്യപിക്കും. മദ്യപിച്ചുകൊണ്ടേ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാൻ പോകൂ. പള്ളികളുടെയും സ്കൂളുകളുടെയും മറ്റും കെട്ടിടം പണിയായിരുന്നു തൊഴിൽ. അപ്പനോടൊപ്പമായിരുന്നു ജോലിക്ക് പോയിരുന്നത്. പള്ളിക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു. അച്ഛന്മാരും കന്യാസ്ത്രീകളുമൊക്കെ ജെയ്മിയെ നല്ല വഴിക്ക് നയിക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കി. ആലുവ സ്വദേശിയായ ഒരു പുരോഹിതൻ ജെയ്മിയെ ഒരു പുതിയ മനുഷ്യനാക്കിയെടുക്കാൻ മനുഷ്യസാധ്യമായ എല്ലാ മാർഗങ്ങളും നോക്കി. പല ജോലികളും അദ്ദേഹത്തിൻ്റെ ശുപാർശയിൽ വാങ്ങിക്കൊടുത്തു. ഓരോ കുറ്റത്തിനും ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ജെയ്മി അച്ഛൻ സ്വന്തം ബൈക്കിന് പിന്നിലിരുത്തി കൊണ്ടുപോയി മറ്റെന്തെങ്കിലും നല്ല മാർഗത്തിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കും. പക്ഷേ ജെയ്മി വീണ്ടും കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് തന്നെ മടങ്ങും. ജെയ്മി അങ്ങനെയായി തീരാനുള്ള സാഹചര്യം ഞാൻ വിശദമായി പഠിച്ചു. ചെറുപ്പത്തിൽ ഒരു ബ്രാൻഡിക്കടയിലെ ജീവനക്കാരനായിരുന്നു ജെയ്മി. മദ്യപാനം ശീലിക്കുന്നത് അവിടെ വെച്ചാണ്. ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളുടെ പേരിൽ എറണാകുളം സബ് ജയിലിൽ കിടന്നു. പിന്നീട് അതൊരു ശീലമായി. നല്ല വരുമാനം കിട്ടുമെന്ന് കണ്ടപ്പോൾ പല കൊട്ടേഷനും ഏറ്റെടുത്തു. പല തവണ പിടിക്കപ്പെട്ടു. നിരവധി പണമിടപാട് സ്ഥാപനങ്ങൾ ജെയ്മി ഉപയോഗിച്ചു. ജയിലിലായിരുന്നപ്പോൾ അവർ നിഷ്കരുണം കൈയൊഴിഞ്ഞു. ഓർക്കാപ്പുറത്തുള്ളൊരു ആക്രമണത്തിൽ ജെയ്മിക്ക് വെട്ടേറ്റു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായ ജെയ്മിയെ എറണാകുളം PVSലെ ഫാദർ അലക്സാണ്ടറാണ് ചികിത്സിപ്പിച്ചത്. അദ്ദേഹം അവനെ കൂട്ടിക്കൊണ്ടുപോയി നല്ലവനാക്കാൻ നോക്കി. കുറേ കാലം കുറ്റകൃത്യങ്ങളുടെ ലോകത്തുനിന്ന് അകന്നുനിന്ന ജെയ്മി വീണ്ടും പഴയ മേഖലയിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇതിനിടയിൽ ജെയ്മിയുടെ വിവാഹം കഴിഞ്ഞു. പ്രണയിച്ച പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി രഹസ്യമായി വിവാഹം ചെയ്യുകയായിരുന്നു. ജെയ്മിയെ വളരെ വിശദമായി തന്നെ ഞാൻ ചോദ്യം ചെയ്തു. ആലുവ കൂട്ടക്കൊലയുമായി അയാൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമായി. എന്നിട്ടും ജെയ്മി എന്ന കച്ചിത്തുരുമ്പിൽ പിടിച്ചു കയറാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് നോക്കി. ആലുവയിലും എറണാകുളത്തുമുള്ള കൊട്ടേഷൻ സംഘങ്ങളെപ്പറ്റിയും കൊലക്കേസിന് ശിക്ഷിക്കപ്പെട്ടവരെക്കുറിച്ചും കൂട്ടക്കൊല ചെയ്യാൻ സാധ്യതയുള്ളവരുടെയും ബൃഹത്തായ ഒരു ലിസ്റ്റ് തന്നെ ജെയ്മി തന്നു. കാസർഗോഡ് സ്വദേശികൾ മുതൽ നെയ്യാറ്റിൻകര സ്വദേശികൾ വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ജെയ്മി നൽകിയ വിവരങ്ങളുമായി ഞാൻ കണ്ണൂരിൽ നിന്ന് മടങ്ങി. ഈ സന്ദർഭത്തിൽ SP PC ജോർജ് എന്നെ വിളിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. കൊല്ലപ്പെട്ട ക്ലാര അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടും അന്വേഷണം ഒരു കര പറ്റാത്തതിൽ അദ്ദേഹത്തേക്കാൾ വിഷമമുണ്ടായിരുന്നു എനിക്ക്. കേസ് തെളിയാൻ ഇത്രയും കാലതാമസം നേരിടുന്നത് എന്തുകൊണ്ടും നല്ലതല്ല. മാത്രമല്ല, കേസ് തെളിയാൻ ഇനിയും സമയമെടുത്താൽ വിലപ്പെട്ട പല തെളിവുകളും നശിക്കാനും സാധ്യതയുണ്ട്. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ക്ലൂ ലോക്കൽ പോലീസിന് കൊടുക്കുന്നതാവും നല്ലത്. PC ജോർജ് സർ പറഞ്ഞു. ഇപ്പോഴത്തെ നിലയിൽ ഉടനെയെങ്ങും അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റാൻ സാധ്യതയില്ല. DGP മുഷാഗിരിയും അഭിപ്രായപ്പെട്ടു. ഞാൻ എനിക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് സംശയത്തിൻ്റെ നിഴലിൽ വരുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലോക്കൽ പോലീസിന് കൈമാറാൻ തീരുമാനിച്ചു. ഈ കേസിൽ മാഞ്ഞൂരാൻ കുടുംബത്തിൻ്റെ ഒരു ബന്ധുവായ മിസ്റ്റർ X എന്ന യുവാവിനെ ഞാൻ സംശയിക്കുന്നുവെന്നും കൂട്ടക്കൊലയിൽ അയാൾക്കുള്ള പങ്ക് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണമെന്നുള്ള വിവരം ഞാൻ DYSP ശശിധരന് കൈമാറി. അങ്ങനെ അന്വേഷണം മിസ്റ്റർ Xലേക്ക് കേന്ദ്രീകരിച്ചു. അപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഒരു വിഭാഗം ശക്തമായി ഒരു സംശയം ഉന്നയിച്ചു. അഗസ്റ്റിൻ്റെ ബദ്ധശത്രുക്കളായ സഹോദരന്മാർ ജോസിനും ജോർജിനും ഇതിൽ പങ്കുണ്ടാവില്ലേ? എന്തായാലും ആ വഴി കൂടി വിശദമായി തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. അവരുടെയും കൊല്ലപ്പെട്ട കുടുംബത്തിൻ്റെ ബന്ധുവായ SP PC ജോർജ് തന്നെ അതിനുള്ള അവസരം ഒരുക്കി തന്നു. രഹസ്യങ്ങൾ വേഗം ചോർന്നു കിട്ടാനുള്ള ഉപാധി കുടുംബത്തിലെ സ്ത്രീകൾ വഴി ശ്രമിക്കുക എന്നതാണ്. മാഞ്ഞൂരാൻ ജോർജിൻ്റെ ഭാര്യ ഷൈനി, മകൾ സഹി എന്നിവരോട് ഞാൻ വിശദമായി സംസാരിച്ചു. ആ കുടുംബത്തെ ഒട്ടും സംശയിക്കുന്നില്ലെന്ന മട്ടിൽ സൗഹാർദ്ദപരമായിട്ടാണ് ഞാൻ സമീപിച്ചത്. ഞാൻ അവരോട് ചോദിച്ചു, എന്തൊക്കെ പിണക്കമുണ്ടെങ്കിലും
കൊല്ലപ്പെട്ടത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയാണ്. ആ നിലയ്ക്ക് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് എന്നേക്കാൾ നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഒരു സഹോദരനെ പോലെ വിശ്വാസത്തിലെടുത്ത് എന്നോട് എന്തും തുറന്നു പറയാം. ഞാനായിട്ട് നിങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പുറത്തു പറയില്ല. നിങ്ങൾ ആരെക്കുറിച്ച് പറഞ്ഞാലും ഒരു കുട്ടിച്ചോദ്യമോ വിചാരണയോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നിങ്ങളെ വിഷമവൃത്തത്തിൽ അകപ്പെടുത്തുന്ന ഒരു നീക്കവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പാതി ആശ്വാസം കൈവന്നതുപോലെ ആ അമ്മയും മകളും മുഖാമുഖം നോക്കി. ഞാൻ തീരെ ശബ്ദം താഴ്ത്തി ചോദിച്ചു, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസാധാരണമായ നീക്കമോ സംശയമോ പ്രത്യേകതയോ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയാമോ? സംഭവം അറിഞ്ഞതിന് ശേഷമോ മുമ്പോ എപ്പോഴെങ്കിലും ഉണ്ടായ കാര്യമാണെങ്കിലും മതി. ഒരു ചെറിയ സൂചനയാണെങ്കിൽ പോലും. ഒരുപക്ഷെ അതൊരു വഴിത്തിരിവായേക്കാം. ഷൈനി പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. പക്ഷേ എന്തോ പറയാനുണ്ടെന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും ധൈര്യം കൊടുത്തപ്പോൾ ഷൈനിയും സഹിയും ചേർന്ന് ആ സംഭവം വിവരിച്ചു. ആലുവ കൂട്ടക്കൊലക്കേസിൻ്റെ ഗതി കൃത്യമായ ദിശയിലേക്ക് തിരിച്ചുവിട്ടു ആ സംഭവം. 2001 ജനുവരി മാസം 7-ാം തീയതി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ജോർജിൻ്റെ മകൾ സഹിക്ക് PC തോമസിൻ്റെ അക്കാദമിയിൽ എൻട്രൻസ് പരീക്ഷാ പരിശീലന ക്ലാസ്സിൽ പോകണം. എല്ലാ ഞായറാഴ്ചയും പതിവുള്ളതാണ് ആ യാത്ര. രാവിലെ 6 മണിക്ക് ആലുവയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിൽ തൃശ്ശൂരിലെ കോച്ചിംഗ് സെൻറ്ററിലെത്തണം. ആ ഞായറാഴ്ചയും സഹി അമ്മ ഷൈനിയോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. സ്റ്റേഷൻ വരെ ഷൈനി മകളെ കൊണ്ടാക്കുക പതിവുള്ളതാണ്. സ്റ്റേഷനിലേക്ക് പോകും മുമ്പ് പള്ളിയിൽ കയറിയിട്ട് വരാമെന്ന ധാരണയിലാണ് അമ്മയും മകളും ഇറങ്ങിയത്. വീട്ടിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും മാഞ്ഞൂര കുടുംബത്തിൻ്റെ ഒരു ബന്ധു കൂടിയായ മിസ്റ്റർ എക്സ് ജയിൽ റോഡിൽ നിന്നും വളരെ വേഗത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നടന്നു പോകുന്നത് കണ്ടു. അവർ എക്സിനെ വിളിച്ചു. സാധാരണഗതിയിൽ തമ്മിൽ കണ്ടാൽ നിന്ന് കുടുംബകാര്യങ്ങളും കുശല പ്രശ്നങ്ങളും പറയുന്നതാണ് എക്സിൻ്റെ പതിവ്. നമ്മൾ കണ്ടില്ലെങ്കിലും ഇങ്ങോട്ട് വന്ന് വിശേഷങ്ങൾ അന്വേഷിച്ചിട്ട് പോകും. പക്ഷേ അന്ന് ഷൈനിയും സഹിയും പലതവണ വിളിച്ചിട്ടും എക്സ് കേൾക്കാത്ത മട്ടിൽ തിടുക്കത്തിൽ നടന്നുപോയി. അങ്ങനെ ഒരു പെരുമാറ്റം ഇന്നേ വരെ എക്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അസാധാരണമായ പ്രതികരണം എന്തുകൊണ്ടാണെന്ന് എത്ര ചിന്തിച്ചിട്ടും ഷൈനിക്കും സഹിക്കും പിടികിട്ടിയില്ല. മാത്രമല്ല എക്സ് ഇന്ന് ഗൾഫിൽ പോകേണ്ട ദിവസവുമാണ്. ബന്ധുവീടുകളിലെല്ലാം പലതവണ വന്ന് യാത്ര പറഞ്ഞു പോയതാണ്. എക്സ് വിളിച്ചിട്ട് നിൽക്കാത്തതുകൊണ്ട് അമ്മയും മകളും നടപ്പിന് വേഗത കൂട്ടി. അവൻ്റെ അടുത്തെത്താൻ ശ്രമിച്ചു. പിടിക്കപ്പെടുമെന്ന് ഭയന്നുകൊണ്ടാവാം എക്സ് അതിവേഗത്തിൽ ഓടുന്ന മാതിരി നടന്നു. ആലുവ റെയിൽവേ സ്റ്റേഷന് അടുത്താണ് വലിയ പള്ളി. എക്സ് തിടുക്കത്തിൽ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി അയാളെ പിന്തുടരുന്നത് മതിയാക്കി ഷൈനിയും സഹിയും പള്ളിയിലേക്ക് നടന്നു. ഒരു നല്ല കാര്യത്തിന് പുറപ്പെടും മുമ്പ് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചേക്കാം എന്ന ലളിതമായ ലക്ഷ്യം മാത്രം. ആ സമയത്ത് സഹിക്ക് വേണ്ടി ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു മാഞ്ഞൂരാൻ ജോർജ്. എക്സ് സ്റ്റേഷനിലേക്ക് നടന്നു വരുന്നത് ജോർജ് കണ്ടു. എന്താണ്, എവിടെ പോകുന്നു എന്നർത്ഥത്തിൽ ജോർജ് ആംഗ്യ ഭാഷയിൽ എക്സിനോട് ചോദിച്ചു. അതിന് മറുപടി പറയാതെ ഒന്ന് നോക്കിയിട്ട് എക്സ് തിരിഞ്ഞു നടന്നു. പള്ളിയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ഷൈനിയും സഹിയും എക്സിനെ കണ്ട കാര്യം ജോർജുമായി പങ്കുവച്ചു. തങ്ങൾ വിളിച്ചിട്ടും അവൻ നിൽക്കാതെ കടന്നു കളഞ്ഞതായി ഷൈനിയും സഹിയും പറഞ്ഞു. വിചിത്രമായ പെരുമാറ്റത്തിൽ 3 പേർക്കും അതിശയം തോന്നി. ഇങ്ങോട്ട് വന്നു കണ്ട് വാചാലമായി സംസാരിക്കുന്ന പതിവുള്ള ഈ ചെറുപ്പക്കാരന് ഇതെന്തു പറ്റി? പ്രത്യേകിച്ചും ജോർജിനെ കണ്ടാൽ മിണ്ടാതെ പോകാൻ യാതൊരു സാധ്യതയുമില്ല. കൗതുകകരമായൊരു കാര്യം കൂടി സംഭവിച്ചു. ജോർജിനെ കണ്ട് സംസാരിച്ചാൽ എവിടെ പോയതാണെന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരുമെന്ന് ഭയന്ന് വഴിമാറി പള്ളിയിൽ ചെന്ന് കയറിയ എക്സ് ഷൈനിയും സഹിയും പള്ളിമുറ്റത്തേക്ക് വരുന്നത് കണ്ട് തിടുക്കത്തിൽ പള്ളിയുടെ വശത്തെ വാതിലിൽ കൂടി ഇറങ്ങിപ്പോകുന്നത് അവർ കണ്ടു. കുർബാന കഴിഞ്ഞ് മകളെ ട്രെയിനിൽ കയറ്റി അയച്ചിട്ട് ഷൈനി വീട്ടിൽ മടങ്ങിയെത്തി. തലേന്ന് ശനിയാഴ്ച രാത്രിയാണ് അഗസ്റ്റിൻ്റെ വീട്ടിൽ കൂട്ടക്കൊല നടന്നത്. പിറ്റേന്ന് വെളുപ്പാങ്കാലത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ പരിസരത്ത് വെച്ച് എക്സിനെ കാണപ്പെടുകയും ബന്ധുക്കളായ ജോർജിനെയും കുടുംബത്തെയും മുഖാമുഖം കണ്ടിട്ടും എക്സ് ഒഴിഞ്ഞു മാറുകയും ചെയ്തതിൽ നിന്നും അന്വേഷണത്തിൻ്റെ സൂചിമുന എക്സിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. സംഭവത്തിന് ശേഷം എക്സ് നേരെ പോയത് മുംബൈയിലേക്കായിരുന്നു.
അവിടെ നിന്നും ഗൾഫ് രാജ്യമായ ദമാമിലേക്ക് കടന്നു. അറബിയായ ഡോക്ടറുടെ കുടുംബത്തിൽ ഡ്രൈവറായി ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. അറബിയുടെ ഭാര്യയെ ഷോപ്പിങ്ങിന് കൊണ്ടുപോവുക, കുട്ടികളെ വിദ്യാലയത്തിൽ നിന്ന് എത്തിക്കുക, മറ്റ് വീട്ടുകാര്യങ്ങൾക്കായി പോവുക എന്നിവയായിരുന്നു ഡ്രൈവറുടെ ജോലി. അറബിക്ക് വിസ തരപ്പെടുത്താനും ഏജന്റിന് കമ്മീഷൻ ഇനത്തിലുമായി ദമാമിൽ എത്തിച്ചേർന്നപ്പോൾ എക്സിന് 1.5 ലക്ഷം രൂപയോളം ചെലവായിരുന്നു. എക്സിനെ ഡോക്ടറുടെ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിലാണ് താമസിപ്പിച്ചിരുന്നത്. പക്ഷേ ഡോക്ടർ തൻ്റെ കാർ എക്സിനെ കൊണ്ട് ഓടിപ്പിച്ചു നോക്കിയപ്പോൾ ഡ്രൈവിങ്ങിൽ അവന് വേണ്ടത്ര വൈദഗ്ധ്യമില്ലെന്ന് വ്യക്തമായി. പ്രധാനമായും എക്സ് വണ്ടി ഓടിക്കുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. മനസ്സ് വേറേതോ ലോകത്തിൽ വ്യാപരിക്കുന്നത് പോലെ. ഡ്രൈവിങ്ങിൽ പരിചയസമ്പന്നാണെന്ന് ഉറപ്പു പറഞ്ഞാണ് ഏജന്റ് എക്സിനെ ദമാമിലെത്തിച്ചത്. നാട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ആളാണ് എക്സ്. ഗൾഫിലേക്ക് അയക്കുന്നതിന് മുന്നോടിയായി മുംബൈയിൽ നടന്ന ടെസ്റ്റ് ഡ്രൈവിങ്ങിലും എക്സ് വൈദഗ്ധ്യം കാട്ടിയിരുന്നു. എന്തായാലും എക്സിൻ്റെ ഡ്രൈവിങ്ങിൽ അതൃപ്തി തോന്നിയ ഡോക്ടർ ഏജന്റിനെ വിളിച്ച് പരാതി പറഞ്ഞു. ഇയാൾക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ വേണ്ടത്ര പരിചയമൊന്നുമില്ലല്ലോ, ജോലിയിൽ തീരെ ശ്രദ്ധയും കാണുന്നില്ല. എൻ്റെ അന്വേഷണത്തിലും ടെസ്റ്റിലും അങ്ങനെയായിരുന്നില്ല സാർ. എന്താണ് കാരണമെന്ന് ഞാൻ അയാളോട് തന്നെ സംസാരിക്കാം. ഏജന്റ് എക്സുമായി ഫോണിൽ ബന്ധപ്പെട്ട ശേഷം ഡോക്ടറെ വിളിച്ചു. സർ, ഞാൻ അയാളുമായി സംസാരിച്ചു. ആദ്യമായാണ് ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും വിട്ടുനിൽക്കുന്നത്. അതിൻ്റെ വിഷമം കൊണ്ടാണ് സാർ. ഒരാഴ്ച കൊണ്ട് എല്ലാം ശരിയാകുമെന്ന് അയാൾ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഏജന്റ് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിക്ക് നീങ്ങുന്നില്ലെന്ന് ഡോക്ടർക്ക് ഏതാണ്ട് ഉറപ്പായി. എക്സിൻ്റെ മനസ്സിന് എന്തോ വിഭ്രാന്തിയുള്ളതായി അദ്ദേഹത്തിന് തോന്നി. സദാസമയവും ഏതോ ഭയവും ആശങ്കയും ആകാംക്ഷയുമുള്ളതുപോലെ. അത് മനസ്സിലാക്കി ഡോക്ടർ എക്സിനെ സമാധാനിപ്പിച്ചു. ഏതോ പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. തൽക്കാലം ഒരാഴ്ച നീ ജോലിയൊന്നും ചെയ്യാതെ വിശ്രമിക്ക്. എല്ലാം ശരിയായിക്കൊള്ളും. ഇതിനിടയിൽ എക്സിൻ്റെ ഭാര്യ നാട്ടിൽ നിന്നും ഭർത്താവിനെ ഫോണിൽ വിളിച്ചു. ഡോക്ടറുടെ വീട്ടിലേക്കാണ് ഫോൺ വന്നത്. അത് കണ്ടപ്പോൾ ഡോക്ടർ സമാധാനിച്ചു. ഒരുപക്ഷെ ഭാര്യയുമായി സംസാരിച്ചു കഴിയുമ്പോൾ എക്സിൻ്റെ വിഷമങ്ങൾ മാറിയെങ്കിലോ? പക്ഷേ ഭാര്യയും എക്സും തമ്മിലുള്ള സംഭാഷണം അത്ര പന്തിയല്ലെന്ന് ഭാഷ അറിയാഞ്ഞിട്ടും മുഖഭാവത്തിൽ നിന്നും ഡോക്ടർക്ക് വ്യക്തമായി. മാഞ്ഞൂരാൻ അഗസ്റ്റിൻ്റെ വീട്ടിൽ കൂട്ടക്കൊല നടന്ന വിവരം എക്സ് അറിഞ്ഞോ എന്ന് ഭാര്യ ചോദിച്ചപ്പോൾ അയാൾ നടുങ്ങുന്നത് ഡോക്ടർ ശ്രദ്ധിച്ചു. എന്താണ് ഭാര്യ പറഞ്ഞതെന്ന് ഡോക്ടർക്ക് മനസ്സിലായില്ലെങ്കിലും എന്തോ, ഞാൻ അറിഞ്ഞു. ബോംബെയിൽ വെച്ച് മലയാളം ടി-വിയിൽ ആ വാർത്ത കണ്ടിരുന്നു. എന്താ നീ ചോദിച്ചത്? പരിഭ്രമത്തിനിടയിൽ എക്സ് ഭാര്യയോട് ചോദിച്ചു. ചേട്ടൻ ശനിയാഴ്ച രാത്രി ആ വീട്ടിൽ പോയിരുന്നോ? ഭാര്യയുടെ ചോദ്യം കേട്ട് എക്സ് വെട്ടി വിയർക്കുന്നതും കയ്യിലെ റിസീവർ ചെറുതായി വിറയ്ക്കുന്നതും ഡോക്ടർ ശ്രദ്ധിച്ചു. ആകെ ഭയന്നതുപോലുള്ള അവസ്ഥ. മറുപടിക്ക് വാക്കുകൾ കിട്ടാതെ നിന്ന എക്സിനെ ഡോക്ടർ സംശയദൃഷ്ട്യാ സൂക്ഷിച്ചു നോക്കി. സ്തബ്ധനായി നിന്ന എക്സിനോട് ഭാര്യ തുടർന്ന് പറഞ്ഞു. ചേട്ടാ, പോലീസ് വീട്ടിൽ വന്നിരുന്നു. എന്നെ ചോദ്യം ചെയ്തു. ശനിയാഴ്ച രാത്രി ചേട്ടൻ എപ്പോഴാണ് വീട്ടിൽ വന്നതെന്ന് ചോദിച്ചു. ഭാര്യ കരഞ്ഞുകൊണ്ട് ഫോൺ വെച്ചതും എക്സ് തളർന്ന് കസാരയിലേക്കിരുന്നതും ഒരുമിച്ചായിരുന്നു. എക്സിനെ സംശയിക്കുന്നതായി ഞാൻ സൂചിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണ വിഭാഗം മേധാവി DYSP ശശിധരൻ എക്സിൻ്റെയും ഭാര്യയുടെയും നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എക്സിനെ ദമാമിലേക്ക് ഫോണിൽ വിളിച്ച് ഭാര്യ സംസാരിച്ചത് മുഴുവൻ അദ്ദേഹം റെക്കോർഡ് ചെയ്തിരുന്നു. എക്സിൻ്റെ സംഭാഷണത്തിലെ പരിഭ്രാന്തി, ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് അയാൾ നൽകിയ മറുപടി, ചില നേരങ്ങളിലെ അർത്ഥഗർഭമായ മൗനം, ആകാംക്ഷ എല്ലാം ആ ടേപ്പിൽ നിന്നും പോലീസിന് വ്യക്തമായി. ഈ കേസിൽ എക്സിനുള്ള പങ്കിനെ സംബന്ധിച്ച നിർണായക തെളിവായിരുന്നു അത്. ഏറ്റവും രസകരമായ വസ്തുത, ആ ടെലിഫോൺ സംഭാഷണത്തിലെ പല ചോദ്യങ്ങളും പോലീസ് എക്സിൻ്റെ ഭാര്യയെക്കൊണ്ട് ചോദിപ്പിച്ചതായിരുന്നു. എക്സിൽ നിന്നും കൃത്യമായ മറുപടികൾ ലഭിക്കത്തക്ക വിധം ആസൂത്രണം ചെയ്ത ചോദ്യങ്ങൾ. ഇനി അടുത്ത ഘട്ടം എക്സിനെ നാട്ടിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുക എന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ദമാമിൽ പോയി എക്സിനെ ചോദ്യം ചെയ്യാൻ സമയമെടുക്കും. അതിനേക്കാൾ സൗകര്യപ്രദം അയാളെ നാട്ടിലേക്ക് വരുത്തുന്നതാണ്. തൃശ്ശൂരിൽ നിന്നും എക്സിനെ മുംബൈയിലെ റിക്രൂട്ടിംഗ് ഏജന്റ് അടുത്തെത്തിച്ചത് തൃശ്ശൂർ വാടാനപ്പള്ളി സ്വദേശി ഉമ്മറാണ്. വാടാനപ്പള്ളിയിൽ ട്രാവൽ ഏജൻസി നടത്തുകയാണ് ഉമ്മർ. ബോംബെയിലെ റോസ്മോസ് എന്ന റിക്രൂട്ടിംഗ് ഏജൻസിയുടെ കേരളത്തിലെ ഏജന്റ് കൂടിയാണ് ഉമ്മർ. എക്സിനെ ആദ്യമായി മുംബൈയിൽ കൊണ്ടുപോയത് ഉമ്മറാണ്.
2000 നവംബറിൽ എക്സ് അഡ്വാൻസ് കൊടുത്തു. അതിന് പ്രകാരം 2000 ഡിസംബർ ആദ്യവാരം എക്സിനെ മുംബൈയിൽ കൊണ്ടുപോയി മെഡിക്കൽ ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റും ഇൻ്റർവ്യൂവും നടത്തി. ജനുവരി 5-ാം തീയതി ഉമ്മറിനെ 20,000 രൂപ കൂടി ഏൽപ്പിച്ചു. ജനുവരി 7-ന് വൈകിട്ട് കുർള മുംബൈ എക്സ്പ്രസ്സിന് പോകാൻ റെഡിയായി വരാൻ ഉമ്മർ നിർദ്ദേശം കൊടുത്തു. അതനുസരിച്ച് എക്സ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഉമ്മറിനോടൊപ്പം ട്രെയിനിൽ കയറി ബോംബെക്ക് തിരിച്ചു. ഉമ്മറിനോടൊപ്പം PKM ഹൗസിൽ താമസിച്ചു. ബോംബെയിൽ വെച്ച് എക്സ് ദമാമിനുള്ള ടിക്കറ്റ് ചാർജും ഏജന്റിന്റെ ബാക്കി വരുന്ന പണവും കൊടുത്തു. 10/1/2001 ബോംബെയിൽ നിന്നും ദമാമിലേക്ക് വിമാനം കയറിയതായും ഉമ്മറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉമ്മർ വഴി എക്സിനെ നാട്ടിലെത്തിച്ചു. ലോക്കൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അയാൾ വിദഗ്ധമായി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഗൾഫിൽ പോകാൻ അവസാന ഗഡു പണം പലരിൽ നിന്നും കടം വാങ്ങിയതായി സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവസാനം അയാൾ കുറ്റം സമ്മതിച്ചു. പോലീസ് എക്സിനെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലാക്കി. DGPയും SP ജേക്കബ് തോമസ് നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചു. ആലുവ സബ് ജയിലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു പട തന്നെ എന്നോടൊപ്പമുണ്ടായിരുന്നു. അത്രയധികം പോലീസുകാരെ ഒരുമിച്ച് കണ്ടപ്പോഴുള്ള എക്സിന്റെ പ്രതികരണം അറിയാനായി ഞാൻ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ തികച്ചും കൂളായിരുന്നു എക്സ്. ഒത്തുയരവും നല്ല വെളുത്ത നിറവുമുള്ള, കാഴ്ചയിൽ പാവം ലുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. പൊതുജനങ്ങളും മാധ്യമങ്ങളും സംശയിച്ചതുപോലെ, ഇപ്പോഴും സംശയിക്കുന്നത് പോലെ, ഇത്ര ഭീകരമായൊരു കുറ്റകൃത്യം ചെയ്യാൻ ഈ സാധുവിന് കഴിയുമോ എന്ന് അയാളെ ആദ്യം കാണുന്ന ആരും സ്വയം ചോദിച്ചു പോകും. ക്രൂരതയുടെ ഒരംശം പോലും ആ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ കഴിയില്ല. അത്രമേൽ ശാന്തപ്രകൃതിയായിരുന്നു എക്സ്. തുടക്കത്തിൽ ഞാൻ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ ചോദിച്ചില്ല. എനിക്കും അയാൾക്കുമിടയിൽ ഒരു സൗഹൃദത്തിൻ്റെ പാലം തീർക്കാനായിരുന്നു ശ്രമം. മറയില്ലാതെ എന്തും തുറന്നു പറയാൻ ആ മനുഷ്യനെ മാനസികമായി ഒരുക്കാനായിരുന്നു എൻ്റെ നീക്കം. എക്സ് എന്ന വ്യക്തിയെ കൂടുതൽ അടുത്തറിയാനായി ശ്രമിച്ചു. അയാളുടെ വീട്, വിദ്യാഭ്യാസം, ജോലി, വിവാഹം, കുട്ടികൾ, സാമ്പത്തിക പരാധീനത എല്ലാം ഞാൻ ചോദിച്ചറിഞ്ഞു. ഭാര്യ വീട്ടുകാരുടെ സഹായം കൊണ്ടാ സാറേ ഗൾഫിൽ പോകാനുള്ള കാശുണ്ടാക്കിയത്. സ്വർണം പണയം വെച്ച് മറ്റും അവർ തന്ന കാശുകൊണ്ടാണ് മുംബൈയിൽ പോയി അഡ്വാൻസ് കൊടുത്തത്. ജനുവരി 5-ാം തീയതി അടുത്ത ഗഡുവായ 20,000 രൂപ കൂടി ഉമ്മറിനെ ഏൽപ്പിച്ച കാര്യം തുറന്നു പറഞ്ഞെങ്കിലും അതിൻ്റെ ഉറവിടം ഏതാണെന്ന് അയാൾ വ്യക്തമാക്കിയില്ല. ഇതേ സമയം കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച ശേഷമായിരുന്നു ഞങ്ങളുടെ നീക്കം. കൂട്ടക്കൊല നടന്ന ദിവസം രാത്രി എക്സ് സ്വന്തം വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നും എവിടെയോ പോയി വെളുപ്പാൻകാലത്താണ് മടങ്ങി വന്നതെന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നു. മാത്രമല്ല, അന്നേ ദിവസം വെളുപ്പാൻകാലത്ത് എക്സ് വലിയൊരു തുക കടം തന്നിരുന്നയാളുടെ കടം വീട്ടിയതായി മനസ്സിലാക്കി. ഗൾഫിൽ പോകാൻ വേണ്ട 2-ാം ഗഡു പോലും കയ്യിലില്ലാതെ ആ പണം വാങ്ങാനായി മാഞ്ഞൂരാൻ വീട്ടിൽ പോയ എക്സ് മടങ്ങി വന്നത് കൈ നിറയെ പണവുമായിട്ടാണ്. മാത്രമല്ല, ബോംബെയിൽ ചെന്നിറങ്ങിയതിനു ശേഷമുള്ള എക്സിൻ്റെ നീക്കങ്ങൾ വിചിത്രമായിരുന്നു. അത് മുൻകൂട്ടി അറിഞ്ഞു വെച്ചതുകൊണ്ട് ഞാൻ ചോദിച്ചു, അന്ന് ബോംബെയിൽ താമസിച്ച ലോഡ്ജിൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഉണ്ട് സർ, PKM ഹൗസ്. ആ ലോഡ്ജിൽ നിന്നും എത്ര ദൂരെയാണ് ആ ചവറുകൂന? എക്സ് കൃത്യമായി ദൂരം പറഞ്ഞു. 1/2 കിലോമീറ്റർ. രാവിലെ നടക്കാൻ പോയപ്പോഴാണ് സർ ആ വലിയ ചവറ്റുകൂന കണ്ടത്. ആ ചവറ്റുകൂനയിലാണോ നിങ്ങൾ മാല കളഞ്ഞത്? അതെ. അറിയാതെ പറഞ്ഞു പോയതാണ്. പെട്ടെന്ന് താൻ വിളിച്ചു കൂവിയതിലെ അപകടമോർത്ത് അയാൾ പരിഭ്രമിക്കുന്നതും കണ്ടു. കൂടുതൽ വിശദമായി ചോദിച്ചപ്പോൾ അയാൾക്ക് കുറ്റം സമ്മതിക്കാതെ തരമില്ലെന്ന് വന്നു. 10-ാം തീയതി തന്നെ ദമാം ഫ്ലൈറ്റിന് പുറപ്പെടണമെന്ന് ഏജന്റ് പറഞ്ഞപ്പോൾ മാഞ്ഞൂരാൻ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ആഭരണം എന്ത് ചെയ്യണമെന്നറിയാതെ എക്സ് വിഷമിച്ചു. 2 മാലയും പാദസരവും സുഹൃത്തായ സുരേഷിനെ ഏൽപ്പിച്ചു. അത് സ്ത്രീകളുടെ ആഭരണമാണെന്ന് ഒറ്റ കാഴ്ചയിൽ തന്നെ അറിയാം. അവശേഷിച്ചത് അഗസ്റ്റിൻ്റെ കഴുത്തിൽ നിന്നെടുത്ത മാലയായിരുന്നു. അത് നടക്കാനിറങ്ങിയ വഴി ചവറ്റുകൂനയിലിട്ടു. തിരൂർ മുള്ളൂർക്കര സ്വദേശിയായ സുരേഷ് സൗദിയിൽ പോകാൻ മെഡിക്കൽ ടെസ്റ്റിനായാണ് ബോംബെയിലെ PKM ലോഡ്ജിൽ വന്ന് താമസിച്ചത്. അതേ ലോഡ്ജിൽ എക്സും വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. എക്സിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് പെട്ടെന്ന് ശരിയായപ്പോൾ അയാൾ സുരേഷിനോട് പറഞ്ഞു, ബോംബെയിൽ കൂടുതൽ ദിവസം തങ്ങേണ്ടി വന്നെങ്കിലോ എന്ന് കരുതി ഭാര്യയുടെ മാലകളും പാദസരവും കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിറ്റോ പണയം വെച്ചോ കിട്ടുന്ന പണം എൻ്റെ വീട്ടിലേക്ക് അയക്കണം. അല്ലെങ്കിൽ പണമില്ലാതെ ഭാര്യ വിഷമിക്കും.
എക്സ് അയാളുടെ അക്കൗണ്ട് നമ്പറും ഭാര്യയുടെ മേൽവിലാസവും സുരേഷിന് കൊടുത്തു. സുരേഷ് ആദ്യം ആ ദൗത്യം ഏറ്റെടുക്കാൻ മടിച്ചു. എക്സ് അയാൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ടിക്കറ്റ് പെട്ടെന്ന് ഓക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഉപകാരം ചെയ്യാൻ നിർബന്ധിക്കുന്നത്. ദയവായി എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങനെയാണ് സുരേഷ് മാലകളും പാദസരവും വാങ്ങാൻ തയ്യാറായത്. എന്നാൽ ബോംബെയിൽ നിന്ന് മെഡിക്കൽ കഴിഞ്ഞ് നാട്ടിലെത്തിയ സുരേഷ് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മാലകളും പാദസരവും പണയം വെച്ചു. വിവരം ആന്റണിയുടെ ഭാര്യയെ കത്തിലൂടെ അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ സുരേഷിനെ നേരിൽ കണ്ട് ചോദ്യം ചോദിച്ച് ബോധ്യപ്പെട്ട വിവരങ്ങളായിരുന്നു അത്. സുരേഷ് പണയം വെച്ച ആഭരണങ്ങൾ ആലുവ കൂട്ടക്കൊലക്കേസിൽ കൊല്ലപ്പെട്ടവരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. എക്സ് കുറ്റക്കാരനാണെന്ന് ഉറപ്പിക്കാൻ ഈ തെളിവുകൾ ധാരാളമായിരുന്നു. മാഞ്ഞൂരാൻ വീടിൻ്റെ ഉത്തരത്തിൽ കണ്ട രക്തത്തിൽ കുതിർന്ന വിരലടയാളവും എക്സിൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ വസ്തുതകളേക്കാൾ വലിയൊരു തെളിവ് നൽകിയത് PKM ലോഡ്ജിൽ എക്സിനൊപ്പം താമസിച്ചിരുന്ന കൊല്ലം സ്വദേശി നസറുദ്ദീനായിരുന്നു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. നസറുദ്ദീൻ താൻ ദൃക്സാക്ഷിയായ സംഭവം വിവരിക്കുന്നതിങ്ങനെ: സർ, തിങ്കളാഴ്ച ദിവസം രാത്രിയിലെ TV ന്യൂസിൽ ആലുവ കൂട്ടക്കൊലക്കേസിനെ പറ്റി പരാമർശമുണ്ടായിരുന്നു. എക്സുമായി പരിചയപ്പെട്ട സമയത്ത് അയാൾ ആലുവക്കാരനാണെന്ന പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. പിന്നീട് കണ്ടപ്പോൾ നിങ്ങളുടെ നാട്ടിലൊരു കൂട്ടക്കൊല നടന്ന വിവരം താൻ അറിഞ്ഞോ, TV വാർത്തയുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ പെട്ടെന്ന് വല്ലാതെ പരിഭ്രമിക്കുന്നത് കണ്ടു. ആ സമയത്ത് എനിക്ക് വിശേഷിച്ചൊന്നും തോന്നിയില്ല. സ്വന്തം നാട്ടിൽ ഒരു കുടുംബം ഒന്നടങ്കം ഇല്ലാതായ വിഷമം കൊണ്ടാകും മുഖം മാറിയതെന്നേ ഞാൻ ധരിച്ചുള്ളൂ. നാട്ടുകാരനായിട്ടും താൻ അറിഞ്ഞില്ലേ എന്ന് ഞാൻ എടുത്തു ചോദിച്ചപ്പോൾ ട്രെയിനിൽ വെച്ച് അറിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നീട് അതേപ്പറ്റി എക്സ് ഒരക്ഷരം പോലും ഉരിയാടിയില്ല. കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ അപ്പോൾ തന്നെ എൻ്റെ മുറിയിൽ നിന്നിറങ്ങി സ്വന്തം മുറിയിലേക്ക് പോയി. ആദ്യമൊന്നും എക്സിൻ്റെ മറുപടിയിലെ അസ്വാഭാവികത ഞാൻ ശ്രദ്ധിച്ചില്ല. ഉറങ്ങാൻ കിടന്നപ്പോൾ ഓരോന്ന് ആലോചിച്ച കൂട്ടത്തിൽ ഒരു കാര്യം മിന്നായം പോലെ മനസ്സിലൂടെ കടന്നുപോയി. 8-ാം തീയതി രാത്രി 7 മണിക്കുള്ള ടെലിവിഷൻ ന്യൂസിൽ പറഞ്ഞ ഓരോ കാര്യവും എങ്ങനെ ദിവസങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ യാത്ര ചെയ്ത എക്സ് അറിഞ്ഞു? അതേപ്പറ്റി കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നാകാം അധികം സംസാരിക്കാൻ അവസരം തരാതെ എക്സ് മുറി വിട്ടിറങ്ങിപ്പോയതെന്നും എനിക്ക് തോന്നി. എന്തായാലും പിന്നീട് ഞാൻ ആ വിഷയം എക്സുമായി സംസാരിച്ചതേയില്ല. എന്തായാലും ഇക്കാര്യത്തിൽ എനിക്ക് നേരിയ സംശയം തോന്നിയതായി എക്സ് തിരിച്ചറിഞ്ഞില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആ സംഭവം. ബോംബെയിൽ നിന്നും സൗദിക്ക് പോകുന്നതിന് മുമ്പ് ഒരു സ്വർണ്ണമാല എടുത്ത് എന്നെ കാണിച്ച് അതിന് വില തരാമോ എന്ന് എക്സ് ചോദിച്ചു. പക്ഷേ ഞാനത് വാങ്ങിയില്ല. മാല വിൽക്കുന്നതിൽ കള്ളത്തരമൊന്നുമില്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്താനാകണം ഒരു കാര്യം കൂടി എക്സ് കൂട്ടിച്ചേർത്തു. പണത്തിനു വേണ്ടി ആവശ്യം വന്നാൽ വിൽക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാലയാണത്രേ. അത് സൗദിക്ക് കൊണ്ടുപോകാതിരിക്കാനാണ് വിൽക്കുന്നത് പോലും. ഇത്രയും കാര്യങ്ങളിൽ നിന്നും കൊലയാളി എക്സ് തന്നെയാണെന്ന് സംബന്ധിച്ച് വ്യക്തമായൊരു ചിത്രം ലഭിച്ചു. സുരേഷിൻ്റെയും നാസറുദ്ദീൻ്റെയും മൊഴി, അവശേഷ സ്വർണ്ണ ചെയിൻ ചപ്പുകൂനയിൽ എറിഞ്ഞെന്ന എക്സിൻ്റെ കുറ്റസമ്മതം, മാഞ്ഞൂരാൻ വീട്ടിലെ തടിയിൽ പതിഞ്ഞു കണ്ട രക്തം പുരണ്ട കൈമുദ്ര, കൊല നടന്ന ദിവസം വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബന്ധുക്കളെ കണ്ട് എക്സ് മുങ്ങാൻ ശ്രമിച്ചത്, ആ ദിവസം തന്നെ സ്വന്തം കടം വീട്ടിയത്, കൊല നടന്ന രാത്രിയിൽ എക്സ് സ്വന്തം വീട്ടിൽ ഇല്ലായിരുന്നു എന്ന ഭാര്യയുടെ മൊഴി. രക്ഷപ്പെടാൻ പഴുതുകളില്ലാത്ത വിധം തെളിവുകളെല്ലാം എക്സിന് പ്രതികൂലമായിരുന്നു. ഓരോ ഘടകങ്ങളും തലനാരിഴക്കേറി പരിശോധിച്ച ശേഷമാണ് എക്സിനെ പ്രതിസ്ഥാനത്ത് ഉറപ്പിച്ചത്. ബോംബെക്ക് പോകുന്നതിനും വിസയ്ക്ക് അഡ്വാൻസ് തുക കൊടുക്കുന്നതിനുമുള്ള ചെലവിലേക്കായി ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഡ്രൈവർ യോഹന്നാനിൽ നിന്നും 25,000 രൂപ എക്സ് 4 രൂപ പലിശയ്ക്ക് വാങ്ങിയിരുന്നു. 4 മാസം മുമ്പായിരുന്നു സംഭവം. പെരുമ്പാവൂർ സ്വദേശി രാമചന്ദ്രനിൽ നിന്നും 10,000 രൂപ പലിശയ്ക്ക് വാങ്ങിയിരുന്നു. ഗൾഫിൽ പോകും മുമ്പ് മടക്കിത്തരാമെന്ന വ്യവസ്ഥയിലാണ് പണം വാങ്ങിയത്. 7/1/2001 ബോംബെക്ക് പോകുന്നതുകൊണ്ട് 6/1/2001 ശനിയാഴ്ച വൈകിട്ട് ഉറപ്പായും പണം തിരിച്ചു തരാമെന്ന് എക്സ് പറഞ്ഞിരുന്നു. ഏതായാലും 7/1/2001 അതിരാവിലെ എക്സ് രാമചന്ദ്രൻ്റെ വീട്ടിലെത്തി പണം കൊടുത്തു. 25,000 രൂപയുടെ കടവും കൃത്യമായി വീട്ടി. ഇവിടെ ശ്രദ്ധേയമായൊരു വസ്തുതയുണ്ട്. ഗൾഫിൽ പോകാൻ പണം തികയാതെ കൊച്ചുറാണിയോട് കടം ചോദിക്കാനായി ശനിയാഴ്ച രാത്രി മാഞ്ഞൂരാൻ വീട്ടിൽ ചെന്ന എക്സ് കൊച്ചുറാണി പണം കൊടുക്കാൻ വിസമ്മതിച്ചിട്ടും പിറ്റേന്ന് കാലത്ത് 10,000ങ്ങളുടെ കടം വീട്ടുകയും ഗൾഫിൽ പോകാനുള്ള പണം സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.
ഇതിൻ്റെ ഉറവിടം ഏതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം സാമാന്യ യുക്തിക്ക് ആർക്കും കണ്ടെത്താവുന്നതേയുള്ളൂ. അതിപ്രധാനമായ മറ്റൊരു സൂചന ലഭിച്ചത് എക്സിൻ്റെ ഭാര്യയിൽ നിന്ന് തന്നെയാണ്. 6/1/2001 രാത്രി 7 മണിക്ക് വീട്ടാവശ്യത്തിന് മണ്ണെണ്ണ വാങ്ങിക്കൊടുത്തിട്ട് പുറത്തുപോയ എക്സ് രാത്രി മടങ്ങി വന്നതേയില്ല. പിറ്റേന്ന് എക്സ് ഗൾഫിൽ പോകുന്നതുകൊണ്ട് രാത്രി കഴിക്കാൻ ഭാര്യ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. വെളുക്കുവോളം ഭാര്യ കാത്തിരുന്നിട്ടും എക്സ് വന്നില്ല. ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയതാകുമെന്ന പ്രതീക്ഷയിൽ ഓട്ടോയിൽ ഒരാളെ പറഞ്ഞുവിട്ടു. ഓട്ടോയുമായി പോയയാൾ ആലുവ പവർ ഹൗസ് ജംഗ്ഷനിൽ വെച്ച് എക്സിനെ കണ്ടു. ആ വ്യക്തി കൈയോടെ എക്സിനെ ഓട്ടോയിൽ പിടിച്ചു കയറ്റി വീട്ടിലെത്തിച്ചു. വീട്ടിൽ മടങ്ങി വന്ന എക്സ് ബോംബെക്ക് പുറപ്പെടും മുമ്പ് വീട്ടാവശ്യത്തിനായി 10,000 രൂപ ഭാര്യയെ ഏൽപ്പിച്ചിരുന്നു. ഈ സാഹചര്യങ്ങൾ പരിഗണിച്ച് ചോദ്യം ചെയ്തപ്പോൾ എക്സിന് രക്ഷപ്പെടാൻ പഴുതുകളില്ലായിരുന്നു. ആദ്യം വിസമ്മതിച്ച എക്സ് ഒടുവിൽ കുറ്റം തുറന്നു സമ്മതിച്ചു. കൊല നടത്തിയ രീതി വിശദാംശങ്ങൾ സഹിതം അയാൾ പോലീസിനോട് തുറന്നു പറഞ്ഞു. ജനുവരിയുടെ തണുപ്പ് പെയ്യുന്ന ആ സന്ധ്യയിൽ ആലുവയിലെ മാഞ്ഞൂരാം വീട്ടിൽ ഉത്സവ പ്രതീതിയായിരുന്നു. ഒരു മനസ്സോടെ കഴിയുന്ന 3 തലമുറകൾ. ക്ലാരയും മകൻ അഗസ്റ്റിനും അയാളുടെ മക്കളും സഹോദരിയും മറ്റുമായി കൂട്ടുകുടുംബത്തിൻ്റേതായ ആഹ്ലാദ നിമിഷങ്ങൾ നിറഞ്ഞ അന്തരീക്ഷം. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. അഗസ്റ്റിൻ തൻ്റെ ഹാർഡ്വെയർ ഷോപ്പ് പതിവിലും നേരത്തെ പൂട്ടി 8:30 മണിയോടെ വീട്ടിലെത്തി. കുടുംബത്തോടൊപ്പം സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകുകയാണ് ലക്ഷ്യം. അഗസ്റ്റിൻ വന്നു കയറുമ്പോൾ അയാളുടെ കസിനായ എക്സ് മാഞ്ഞൂരാൻ വീട്ടിലിരിപ്പുണ്ട്. അയാൾ 7 മണിയോടെ അവിടെ എത്തിയതാണ്. അഗസ്റ്റിൻ്റെ സഹോദരി കൊച്ചുറാണിയുമായി ലോകകാര്യങ്ങളും കളിതമാശകളും പറഞ്ഞിരിപ്പാണ്. എക്സിൻ്റെ വരവിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. അയാൾക്ക് ഗൾഫിൽ പോകാൻ 35,000 രൂപ വേണം. 20,000 രൂപ പലിശയ്ക്ക് സംഘടിപ്പിച്ചു. അവശേഷിക്കുന്ന 15,000 രൂപ കൊടുക്കാമെന്ന് കൊച്ചുറാണി ഏറ്റിട്ടുണ്ട്. ഭർത്താവുമായി പിണങ്ങി വിവാഹമോചനം നേടി വീട്ടിൽ വന്ന് നിൽക്കുകയാണ് കൊച്ചുറാണി. കഷ്ടിച്ച് 2 മാസമേ അവർ ഭർത്താവിനൊപ്പം ജീവിച്ചിട്ടുള്ളൂ. ബന്ധുവായ എക്സിന് ഒരാവശ്യം വന്നപ്പോൾ യാതൊരു മടിയും കൂടാതെയാണ് കൊച്ചുറാണി സഹായം വാഗ്ദാനം ചെയ്തത്. വിവാഹബന്ധം പിരിഞ്ഞെങ്കിലും 40 പവൻ്റെ ആഭരണം കൈവശമുള്ളതുകൊണ്ട് അയാളെ സഹായിക്കാൻ മറ്റാരെയും ആശ്രയിക്കേണ്ട അവസ്ഥയും അവൾക്കില്ലായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ സമയത്ത് പണം തരാൻ കൊച്ചുറാണി തയ്യാറായില്ലെങ്കിൽ അവളെ കൊന്ന് സ്വർണം അപഹരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് എക്സ് വന്നത്. എക്സിനെ കണ്ട അഗസ്റ്റിൻ പതിവ് കുശലം ചോദിച്ചു. എന്തോ നാടാ വിശേഷം? ഒന്നുമില്ലച്ചായ, ഗൾഫിൽ പോകുകയല്ലയോ, അതിന് യാത്ര പറയാൻ വന്നതാ. തിങ്കളാഴ്ച പോയാൽ പോരേടാ. ഇല്ലിച്ചായ, ഞായറാഴ്ച തന്നെ പോകണം. സാധനങ്ങൾ പാക്ക് ചെയ്യാനും മറ്റുമുണ്ട്. ഞങ്ങളൊരു ഫിലിമിന് പോവുകയാ, നീ വരുന്നോ? ഇല്ലിച്ചായ, ഞാൻ ഉടനെ ഇറങ്ങുകയാണ്. അങ്ങനെ പറഞ്ഞെങ്കിലും അഗസ്റ്റിനും കുടുംബവും സിനിമയ്ക്ക് പോകാനായി പുറപ്പെട്ടപ്പോഴും കറിക്കരിയുന്ന കൊച്ചുറാണിയുമായി വർത്തമാനം പറഞ്ഞുകൊണ്ട് എക്സ് വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ആ സമയം എത്രയും അമ്മ ക്ലാര TV-യിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി 10 മണിയോടെ ക്ലാരയ്ക്ക് കലശലായി ഉറക്കം വരാൻ തുടങ്ങി. നീ പോകുന്നില്ലേ? അപ്പോഴും പോകാൻ ഭാവമില്ലാത്ത മട്ടിൽ എക്സിൻ്റെ ഇരിപ്പ് കണ്ട് ക്ലാര ചോദിച്ചു. ഞാൻ ഉടനെ ഇറങ്ങുമച്ചി. അങ്ങനെ പറഞ്ഞെങ്കിലും എക്സ് കൊച്ചുറാണിയുമായി സലപിച്ചിരുന്നു. ഉറക്കം കൺപോളകളെ അമർത്തി തലോടിയപ്പോൾ ക്ലാര നിവർത്തിയിട്ട് കിടക്കയിലേക്ക് ചാഞ്ഞു. ക്ലാര ഉറക്കം പിടിച്ചിട്ടും കൊച്ചുറാണി എക്സ് വന്ന കാര്യത്തിലേക്ക് കടക്കുന്ന മട്ടില്ല. ഗത്യന്തരമില്ലാതെ എക്സ് തന്നെ മുൻകൈയെടുത്ത് വിഷയം അവതരിപ്പിച്ചു. കൊച്ചുറാണി, എനിക്ക് പൈസ താ, എനിക്ക് പോണം. ഏത് പൈസ? പരിഹസിക്കുന്ന ചിരിയോടെ മുഖത്തടിക്കുന്ന മട്ടിൽ കൊച്ചുറാണി ചോദിച്ചു. കൊച്ചുറാണി തമാശ പറയുകയാണെന്ന് കരുതി എക്സ് ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും മറുപടി പഴയത് തന്നെ. അവൾ പണം തരാനുള്ള പുറപ്പാടില്ലെന്ന് അയാൾക്ക് വ്യക്തമായി. കൊച്ചുറാണിയുടെ ഒരേയൊരു വാക്ക് വിശ്വസിച്ചാണ് അയാൾ തൻ്റെ സ്വപ്ന സൗധം കെട്ടിയുയർത്തിയത്. നാളെ തന്നെ 15,000 രൂപയുമായി ബോംബെയിലെത്തിയില്ലെങ്കിൽ എല്ലാം തകിടം മറിഞ്ഞത് തന്നെ. ഒരു നിമിഷം കൊണ്ട് തൻ്റെ പ്രതീക്ഷകളത്രയും തകർന്നത് എക്സിന് സഹിക്കാനായില്ല. ഡൈനിങ് ടേബിളിനടുത്ത് ഒരു സ്റ്റൂളിലിരിക്കുകയായിരുന്നു കൊച്ചുറാണി. കോപം കൊണ്ട് കലികയറിയ എക്സ് സർവശക്തിയുമെടുത്ത് കാലുയർത്തി തൊഴിച്ചു. കൊച്ചുറാണി സ്റ്റൂൾ മറിഞ്ഞ് തറയിലേക്ക് മലർന്നടിച്ചു വീണു. അവിചാരിതമായ ആക്രമണത്തിൽ ഭയന്നുപോയ കൊച്ചുറാണി ഉറക്കെ നിലവിളിച്ചു. പ്രാണരക്ഷാർത്ഥം അവൾ നിലത്ത് വീണ കറി കത്തി കയ്യിലെടുത്തു. കൊച്ചുറാണിയുടെ നിലവിളി കേട്ട് ക്ലേര എഴുന്നേറ്റ് വന്നെങ്കിലോ എന്ന് ഭയന്ന് എക്സ് അവളുടെ വായ്പൊത്തി പിടിച്ചു. അപകടം മണത്ത കൊച്ചുറാണി അയാളുടെ പിടിയിൽ നിന്നും കുതിറി എഴുന്നേറ്റ് കത്തി കൊണ്ട് എക്സിനെ വെട്ടാൻ വന്നു.
അയാൾ പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല. കയ്യിൽ കിട്ടിയ സ്റ്റൂളെടുത്ത് കൊച്ചുറാണിയുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു. ബഹളം കേട്ട് ക്ലേര ഇറങ്ങി വന്നു. അടികൊണ്ട് വീണ കൊച്ചുറാണിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന എക്സിനെയാണ് അവർ കണ്ടത്. ക്ലാര നിലവിളിച്ചതും എക്സ് സ്റ്റൂളെടുത്ത് അവരുടെ തലയ്ക്കും തുഴിച്ചു. ദുർബലയായ വൃദ്ധ ഒറ്റയടിയോടെ താഴേക്ക് വീണു. മരണമുറപ്പിക്കാനായി എക്സ് മാറി മാറി 2 പേരുടെയും തലയിൽ സ്റ്റൂള് കൊണ്ട് വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. ചലനമറ്റ അവസ്ഥയിലെത്തിയതും 2 മൃതദേഹങ്ങളും വലിച്ച് അടുക്കളയിലിട്ടു. എന്നിട്ടും മരണം സംഭവിച്ചോ എന്ന സംശയം ബാക്കി നിന്നു. എക്സ് പിന്നെ അമാന്തിച്ചില്ല. കയ്യിൽ തടഞ്ഞ കോടാലി കൊണ്ട് 2 പേരുടെയും തല അടിച്ചു പൊളിച്ചു. ക്ലാരയും കൊച്ചുറാണിയും മരിച്ചു എന്നുറപ്പായതോടെ എക്സിന് ഒരു കാര്യം ബോധ്യമായി. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പോലെ ഇവരുടെ മരണത്തിന് ഉത്തരവാദി താനാണെന്ന് അഗസ്റ്റിനും കുടുംബത്തിനും വളരെ പെട്ടെന്ന് പിടികിട്ടും. കാരണം അവർ സിനിമയ്ക്ക് പുറപ്പെടുമ്പോൾ രാത്രി ഏറെ വൈകി മാഞ്ഞൂരാൻ വീട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു അതിഥി താനായിരുന്നുവല്ലോ. ആ നിലയ്ക്ക് അഗസ്റ്റിൻ വഴി സംഭവം പുറത്താവുകയും താൻ പിടിക്കപ്പെടുകയും ചെയ്യും. അതൊഴിവാക്കാൻ ഒരു മാർഗമേ മുന്നിലുള്ളൂ: അഗസ്റ്റിനെയും കുടുംബത്തെയും വകവരുത്തുക. അതിന് മുന്നോടിയായി പുറത്തു കിടന്ന സ്വന്തം ഷൂസ് എടുത്ത് അകത്തു വെച്ചു. പുറത്തുനിന്ന് വരുന്നവർക്ക് എക്സ് വീട്ടിലുണ്ടെന്ന് തോന്നിക്കാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു അത്. ഒപ്പം മുൻവാതിൽ വളരെ ഭദ്രമായി ചാരിവെച്ചു. സിറ്റൗട്ടിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കുള്ള വാതിലും അടച്ചു. രാത്രി ഏത് നിമിഷവും കടന്നു വരാനിടയുള്ള വീട്ടുകാർക്കായി എക്സ് അക്ഷമയോടെ കാത്തിരുന്നു. കോടാലി തൊട്ടരികിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തു. ജോക്കർ എന്ന മലയാള സിനിമ കഴിഞ്ഞു വന്ന അഗസ്റ്റിനും കുടുംബവും വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു. ഈ രാത്രി സമയത്ത് കൊച്ചുറാണി എന്താണിത്ര ശ്രദ്ധിക്കാതെ വാതിലടയ്ക്കാത്തതെന്ന കാര്യം സംസാരിച്ചുകൊണ്ടാണ് അവർ അകത്ത് കയറിയത്. കുട്ടൻ നേരെ ക്ലാരയുടെ മുറിയിലേക്കാണ് പോയത്. അവിടെ അമ്മാമ്മയെ കണ്ടില്ല. പകരം അവരുടെ ഒരു കണ്ണാട മാത്രം കട്ടിലിരിപ്പുണ്ട്. വസ്ത്രം മാറാനായി മേരിയും ദിവ്യയും ബെഡ്റൂമിലേക്ക് പോയി. ആ സമയത്ത് ആർക്കും ഒന്നും അസ്വാഭാവികമായി തോന്നിയില്ല. ഏറെ സമയം കഴിഞ്ഞിട്ടും ക്ലാരയുടെയും കൊച്ചുറാണിയുടെയും അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അഗസ്റ്റിൻ അടഞ്ഞ വാതിൽ തുറന്ന് സ്റ്റോർ റൂമിലേക്ക് കയറി. കയ്യിൽ കോടാലിയുമായി സ്റ്റോർ റൂമിൻ്റെ കോണിലെ ഉരലിൽ കയറി നിന്നിരുന്ന എക്സ് അഗസ്റ്റിൻ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചതും തലയ്ക്ക് ആഞ്ഞടിച്ചു. അടിയുടെ ആഘാതത്തിൽ ഒരു കാൽ സ്റ്റോർ റൂമിലും ഒരു കാൽ ഡൈനിങ് റൂമിലുമായി അഗസ്റ്റിൻ മലർന്നു വീണു. എക്സ് വിട്ടില്ല. അയാൾ ഉരലിൽ നിന്നും താഴേക്ക് ചാടി ഒരടി കൂടി കൊടുത്തു. നിലവിളി കേട്ട അകത്തു നിന്നും മേരി ഓടി ഡൈനിങ് റൂമിലെത്തി. ആ തക്കത്തിന് എക്സ് അവരുടെ തലയ്ക്കും ഒരടി കൊടുത്തു. അടികൊണ്ട് നിലത്തേക്ക് ഇരുന്നു പോയ മേരി ഇരുന്നിരിപ്പിലാണ് മരിച്ചത്. അത്രയുമായപ്പോൾ ബഹളം കേട്ട് മകൾ ദിവ്യ ഓടി വന്നു. മേരിയെ വീണ്ടും അടിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ദിവ്യ വന്നത്. എക്സ് അവൾക്ക് നേരെയും ആയുധമോങ്ങി. ഭയന്നുപോയി ദിവ്യ അലറി വിളിച്ചുകൊണ്ട് ഡൈനിങ് ഹാളിൻ്റെ വാതിൽ കടന്ന് ബെഡ്റൂമിലേക്ക് ഓടി. എക്സ് പിന്നാലെ ഓടിച്ചെന്ന് കോടാലി വീശിയടിച്ചു. ദിവ്യ അടികൊണ്ട് ബെഡ്റൂമിലേക്ക് അലച്ചു വീണു. ബഹളം കേട്ട സ്ഥലം തിരഞ്ഞെത്തിയ കുട്ടൻ അങ്കിളെ അടിക്കല്ലേ എന്ന് വിളിച്ച് എക്സിനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. കുട്ടനെ തള്ളി മാറ്റിയിട്ട് എക്സ് അവനെയും അടിച്ചു. എല്ലാവരുടെയും മരണം ഏതാണ്ട് ഉറപ്പായിട്ടും പൂർണ്ണ ബോധ്യം വരാതെ എക്സ് ഓരോരുത്തരുടെയും കയ്യിലെ ഞരമ്പുകൾ മുറിച്ചു. 5 പേര് മരിച്ചുവെന്ന് വ്യക്തമായതോടെ അയാൾക്ക് വളരെ സമാധാനമായി. പക്ഷേ ആദ്യത്തെ ആക്രമണത്തിന് വിധേയായ കൊച്ചുറാണിയിൽ ജീവന്റെ തുടിപ്പുകൾ അവശേഷിക്കുന്നതായി സംശയം തോന്നിയതിനാൽ അവളെ കഴുത്തിൽ കുരുക്കിട്ട് അടുക്കളയിൽ കെട്ടിത്തൂക്കാൻ എക്സ് ശ്രമിച്ചു നോക്കി. ഇന്നും കേരളീയ ജനസമൂഹം സംശയിക്കുന്ന ഒരു വസ്തുതയുണ്ട്. ഒരാൾക്ക് തനിച്ച് ഏതാണ്ട് ഒരേ സമയം കൊണ്ട് ഇത്രയധികം പേരെ കൊലപ്പെടുത്താൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ എക്സ് തന്നെയാണോ ആലുവ കൂട്ടക്കൊലക്കേസിലെ യഥാർത്ഥ പ്രതി? ആർക്കെങ്കിലും വേണ്ടി എക്സ് ഈ ദൗത്യം ഏറ്റെടുത്ത് നടപ്പിലാക്കിയതാണോ? അല്ല എന്നതാണ് കാര്യകാരണസഹിതമുള്ള കണ്ടെത്തലുകളിൽ നിന്നും ഞങ്ങൾക്ക് ബോധ്യമായ വസ്തുത. സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും വിധിന്യായത്തിലൂടെ ഞങ്ങളുടെ കണ്ടെത്തലുകൾ ശരിവെക്കുകയും ചെയ്തു. കുറ്റവും കുറ്റാന്വേഷണവും എന്ന സർവീസ് സ്റ്റോറിയിലൂടെയായിരുന്നു ഇന്നത്തെ യാത്ര. അടുത്ത തവണ വീണ്ടും കാണുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.